എൻ്റെ പേര് സിജി. ഞാൻ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആദ്യം തന്നെ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും സാക്ഷ്യം പറയുവാനായിട്ട് താമസിച്ചു പോയതിന് ക്ഷമ ചോദിക്കുന്നു. അമ്മ മാതാവിലൂടെ എനിക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹത്തെപ്പറ്റി പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡാണ് അനൂപ്. ഇത് എൻ്റെ മകനാണ്, അവനൊരു വയസ്സായി, ഇവാൻ. അമ്മ മാതാവിലൂടെ ഈശോ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ ഈ കുഞ്ഞ്. ആദ്യം തന്നെ ഞാൻ മാതാവിനോട് അടുത്ത് എങ്ങനെയാണെന്ന് പറയാം. ഞാനൊരു ഓർത്തഡോക്സ് സഭാവിശ്വാസിയാണ്. ഞങ്ങളുടെ സഭയിൽ മാതാവിനോടുള്ള പ്രാർത്ഥനകളും മധ്യസ്ഥതകളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ജപമാല ചൊല്ലുന്ന ഒരു രീതിയില്ല. ഞാൻ ജപമാല പരിചയപ്പെട്ടത് നമ്മുടെ പെരുന്നാളിലും ഒക്കെ സ്റ്റോളിലൊക്കെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം അത് വാങ്ങിക്കും, മറ്റുള്ളവരത് വെച്ച് എന്താണ് ഉരുവിടുന്നതെന്ന് കാരണം ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഫ്രണ്ട്സും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അത് മേടിക്കും, ഒന്നുകിൽ കയ്യിൽ സൂക്ഷിക്കും അല്ലെങ്കിൽ കഴുത്തിൽ ധരിക്കും, അങ്ങനെയായിരുന്നു. പിന്നീട് മാതാവിനോടുള്ള ബന്ധം വളരെയധികം പ്രബലപ്പെട്ട് വന്നത് ഞാൻ ഒരു നേഴ്സാണ്. ഞാൻ നേഴ്സിംഗ് പഠിച്ചത് ബദനി സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനത്തിലായിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ ജപമാല കർശനമായിരുന്നു. എല്ലാ ദിവസവും എത്ര താമസിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും നമ്മൾ ജപമാലയ്ക്ക് പോവുക, രാവിലെ കുർബാനയിൽ സംബന്ധിക്കുക. അവിടെ വെച്ചാണ് മാതാവിനോടുള്ള ബന്ധം, ജപമാല. പിന്നീട് എനിക്ക് മനസ്സിലായി ഓരോ ദിവ്യരഹസ്യങ്ങൾ എങ്ങനെയാണ് ചൊല്ലുന്നതെന്നും അതിൽ മറ്റുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ നിയമങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. പിന്നീട് അമ്മ മാതാവിലൂടെ കൊന്ത ചൊല്ലു ദിവസവും ഞാൻ മുടക്കാറില്ല. അഥവാ എന്തെങ്കിലും യാത്രയിലായിരുന്നാൽ ഞാൻ ആ ബസ്സിൽ പോകുന്ന സമയത്തും ഞാൻ ചൊല്ലും. ചിലപ്പോൾ എന്തെങ്കിലും ജോലിയിലായിരുന്നാലും എനിക്ക് ഇരുന്നു കൊണ്ടത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അങ്ങനെയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ബുക്കുകളും ഞാൻ മേടിച്ച് സൂക്ഷിക്കുമായിരുന്നു, കാരണം അല്ലാതെ അറിയില്ലായിരുന്നു ചൊല്ലാൻ. പിന്നീട് കൃപാസനത്തിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നതും യാദൃശ്ചികമായിട്ടാണ്. ഞാനൊരു നേഴ്സായിരുന്നതുകൊണ്ട് ഞാൻ നാട്ടിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു. അപ്പം അങ്ങോട്ട് പോകാനായിട്ട് നോക്കിയിട്ടും പറ്റിയില്ല, കാരണം 2019 മെയ്യിലാണ് ഞങ്ങളുടെ കല്യാണം കഴിയുന്നത്. എനിക്ക് PCOD തൈറോയ്ഡ് രോഗങ്ങൾ ഉണ്ടായിരുന്നു. PCOD അതായത് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ടാബ്ലറ്റ് കഴിച്ചിട്ടൊന്നും മാറാത്ത രീതിയിൽ, ഒരു രീതിയിലും മാറുന്നില്ല, അങ്ങനെ ഒരു ഇതായിരുന്നു. എല്ലാ തവണയും സ്കാനിങ് ചെയ്യുമ്പോഴും ഡോക്ടേഴ്സ് പറയുമായിരുന്നു, കാരണം ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഓവുലേഷൻ എന്നുള്ള പ്രോസസ്സ് അത് നടക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് കൊറോണ കാരണം ഹസ്ബൻഡും കുവൈറ്റിലായിപ്പോയി. എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് നടന്നില്ല അവിടെ. അപ്പോൾ ഞാൻ OET പഠിക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട്, അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആരോ ഇരുന്ന് പറയുന്നു, കോട്ടയത്ത് പോയി പഠിക്കണം. ആ സമയത്ത് ഞാൻ കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് ഈ യൂട്യൂബ് മീഡിയകളിലൂടെ ആയിരുന്നു. കാരണം ചെറിയ ചെറിയ റീൽസും ഞങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് തരുമായിരുന്നു ലിങ്ക്സൊക്കെ. അങ്ങനെ ധ്യാനങ്ങൾ കേൾക്കുന്നതിലൂടെ മാത്രം, അല്ലാതെ ഉടമ്പടി എങ്ങനെ എടുക്കണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ കോട്ടയത്ത് പോകണം. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, ഇവിടെ അടുത്ത് കൊല്ലത്തിനടുത്ത് കരുനാഗപ്പള്ളിയിലുണ്ട്, മാവേലിക്കര, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, പിന്നെ നീ എന്തിനായി കോട്ടയത്ത് പോകുന്നത്? അതെനിക്കറിയില്ല. അപ്പം ഞാൻ ആ സമയത്ത് കൃപാസനത്തിൽ വരണം എന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്ത സമയത്ത് തന്നെ യാദൃശ്ചികമായിട്ട് ആ സമയത്ത് തന്നെ അവിടെ ഒരു ജിൻസി എന്നാണ് ആ ചേച്ചിയുടെ പേര്. ആ ചേച്ചിയും വന്നു, ഞാനും അവിടെ യാദൃശ്ചികമായി പരിചയപ്പെടുകയും ഞങ്ങൾക്ക് ഒരു മുറി തന്നെ കിട്ടുകയും രാത്രിയിൽ ഞാൻ നോക്കിയപ്പോൾ ആ ചേച്ചി മാതാവിൻ്റെ പച്ചത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ വളരെയധികം ആഗ്രഹത്തോടെ ആ ചേച്ചിയെടുത്ത് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കറിയില്ല. അങ്ങനെ ആ ചേച്ചി എനിക്ക് പറഞ്ഞു തരികയും ആ ചേച്ചിയുടെയും അമ്മയുടെയും കൂടെ ഞാൻ ആദ്യമായിട്ട് 2022 മെയ് 3 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പോയത്. ആ സമയത്ത് എനിക്ക് OET എക്സാമിൻ്റെ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു, പക്ഷേ എനിക്ക് മാൾട്ട സ്കോറാണ് കിട്ടിയത്. എനിക്ക് പോകാൻ സാധിച്ചില്ല. എങ്കിലും വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ വീട്ടിലേക്ക് പോയത്, കാരണം എനിക്കിവിടെ വരാനും ഉടമ്പടി എടുക്കാനും പറ്റി. അത് കഴിഞ്ഞിട്ട് 2 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് കുവൈറ്റിലൊരു ജോബ് ശരിയാവുകയും ഞാൻ ഹസ്ബൻഡിനോട് കുവൈറ്റിൽ പോവുകയും ചെയ്തു. അവിടെ വെച്ചിട്ടാണ് വളരെയധികം അത്ഭുതകരമായ രീതിയിൽ അമ്മ മാതാവ് ഈ കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചത്. അവിടെ ചെന്ന് ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഞാൻ നാട്ടിൽ വെച്ച് ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നെങ്കിലും ഒരുമിച്ചൊരു ജീവിതം സാധ്യമാക്കിയതിന് ശേഷമേ കുഞ്ഞുങ്ങളെ ഉണ്ടാകൂ എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യണം എന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഡോക്ടർ എല്ലാ തവണ ചെയ്യുമ്പോൾ ചോദിക്കും, ഹസ്ബൻഡ് എന്നാ വരുന്നത്? കൊറോണ കാരണം വരുന്നില്ല. അവസാനം ഡോക്ടർ തന്നെ എന്നെ കളിയാക്കി തുടങ്ങി, എന്നാ ഹസ്ബൻഡ് വരുന്നത്, ഒരുമിച്ചൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ടേ? അങ്ങനെ കളിയാക്കൽ കാരണം പിന്നീട് ഞാൻ ആ ഡോക്ടറെ കാണാനും പോയില്ല, ട്രീറ്റ്മെൻറ്റ് അവിടെ നിർത്തുകയും ചെയ്തു. കുറച്ച് മെഡിസിൻസ് വാങ്ങി കുവൈറ്റിൽ കൊണ്ടുപോയെങ്കിലും ഞാൻ അത് കഴിച്ചില്ല. പക്ഷേ 6 മാസം കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആയി.
പക്ഷേ ഒരു 2.5 മാസം കഴിഞ്ഞിട്ടും ഞാൻ അറിഞ്ഞില്ല. കാരണം ഞാൻ ഓരോ തവണ പ്രഗ്നൻ്റ് ആണോ എന്ന് നോക്കുന്ന കിറ്റ് എവിടെ പോയാലും ഞാനൊരു മാതാവിൻ്റെ രൂപം കൊണ്ടുപോകും. അപ്പം ഞാനത് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് മാതാവിൻ്റെ രൂപത്തിൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവയ്ക്കും. മാതാവ് ഇത്തവണയും പോസിറ്റീവായില്ല, നീ തന്നെ നോക്കിക്കോണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 തവണ വെച്ച് കഴിഞ്ഞു. പിന്നീട് നോക്കാനുള്ള ഒരു മനസ്ഥിതിയും വന്നില്ല. ആ സമയത്ത് തന്നെ ഞാൻ അവിടെ ജോലിക്ക് പ്രവേശിച്ചത് ഡെൻ്റൽ, അതായത് പല്ലിൻ്റെ ചികിത്സയെ ചെയ്യുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ കുറേ എക്സ്റേ എടുക്കണം, നമ്മൾ തന്നെ എക്സ്റേ എടുക്കേണ്ടത്. അപ്പം ആ സമയത്ത് ഞാൻ രോഗികൾക്ക്, കുഞ്ഞെൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ അതറിയാതെ ഞാൻ രോഗികൾക്ക് എക്സ്റേ എടുത്തു. ആ സമയത്ത് തന്നെ ഞാൻ എന്നും രാവിലെ 5:30 എണീറ്റ് ഉടമ്പടി ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. എൻ്റെ തൊണ്ടയിലും തൈറോയ്ഡ് രോഗത്തിനും മരുന്ന് കഴിക്കുമായിരുന്നു. വയറ്റിലും ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തികൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ രോഗികളെ സഹായിക്കുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. പത്രം കിട്ടുന്നത് അവിടെ കുവൈറ്റിൽ ആരെങ്കിലും നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് പത്രം തരും. അത് ഞങ്ങൾ പരസ്പരം കൊടുക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, ധ്യാനം കാണുമായിരുന്നു. ആ സമയത്ത് തന്നെ പ്രഗ്നൻ്റ് ആണെന്നറിയാതെ ഈ PCOD മാറണമെങ്കിൽ എക്സസൈസും കാര്യങ്ങളും മെഡിസിനും വേണം. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒത്തിരി നിയന്ത്രിക്കാൻ പറ്റും. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വരും, പിന്നെ ഡ്യൂട്ടി തിരക്ക് കാരണം പിന്നെ വന്നിട്ട് ഫുഡ് കഴിക്കുക, കാര്യങ്ങൾ ചെയ്യുക, ഉറങ്ങുക, ഇതുമാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, നീ എക്സസൈസും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല, എന്നെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ഇനി ചെയ്യണ്ട. അപ്പോൾ ആരെങ്കിലും നമ്മളോട് ചെയ്യരുതെന്ന് പറയുമ്പോഴാണല്ലോ നമുക്കത് ചെയ്യാനായിട്ടൊരു ഇത് വരുന്നത്. അപ്പോൾ അന്ന് കുഞ്ഞെൻ്റെ ഉള്ളിലുണ്ട്, ഇത് ഞാൻ അറിയുന്നില്ല. അപ്പോൾ ആ ഇടയ്ക്ക് എനിക്ക് പല്ലിനൊരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സർജൻ പറഞ്ഞു, നീ പല്ല് അത് റൂട്ട് കനാലിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, നിനക്കും എക്സ്റേ എടുക്കണം. അപ്പോൾ കുഞ്ഞുള്ളിലുണ്ടെങ്കിൽ എക്സ്റേ എടുക്കുന്നത് നമുക്കും കേടാണ് കുഞ്ഞിന്. അതറിയാതെ ഞാൻ പല്ലിൻ്റെ ചെറിയ എക്സ്റേ ആണെങ്കിലും ഞാൻ എടുത്തു, 3-4 എക്സ്റേ എടുത്തു. പിന്നെ മരുന്നും കഴിച്ചു, പല്ലിൻ്റെ വേദനയ്ക്കുള്ള മെഡിസിൻസ്, ആൻറ്റിബയോട്ടിക്കും കഴിച്ചു. അതൊക്കെ കുഞ്ഞിൻ്റെ ദോഷമാണ്, ഇതൊന്നും ഞാൻ അറിയുന്നില്ല. പിന്നീട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ഇനി എക്സസൈസ് ചെയ്യേണ്ട. അപ്പോൾ ആ ഒരു വാശിയും വെച്ചിട്ട് ഞാൻ അന്ന് മുതൽ ജീവിതത്തിൽ ഞാൻ നാട്ടിൽ വെച്ച് എക്സസൈസ് ചെയ്യുമായിരുന്നു PCOD നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ഒരാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാൻ ജീവിതത്തിൽ ചെയ്യാതെ യൂട്യൂബ് നോക്കി എന്നെക്കൊണ്ടാവുന്ന എക്സസൈസ്, ചാടുക, സ്റ്റെപ്പ് കയറുക, കുഞ്ഞുള്ളിലുണ്ട്, അതിന് എന്തൊക്കെ നെഗറ്റീവായിട്ട് ചെയ്യാമോ അതുപോലെ തന്നെ ഞാൻ നമുക്ക് ഉള്ളിൽ ബ്ലീഡിങ് വരാനുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങൾ എല്ലാം ഞാൻ അതിനുള്ള ഭക്ഷണ രീതികൾ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു. 2.5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് തലകറക്കം വന്നപ്പോൾ ഓൾറെഡി ഞാൻ ബ്ലഡിൽ നോക്കിയതാണ്, പക്ഷേ അതിലെന്തുകൊണ്ടോ ആയില്ല, കാണിച്ചു തന്നില്ല പോസിറ്റീവ് ആണെന്ന് മാതാവ്. അത് കഴിഞ്ഞിട്ട് മാതാവിനോട് കൂടുതൽ അടുത്ത് വരാൻ വേണ്ടിയായിരിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് പോയി, ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവാണ്. സന്തോഷിക്കണോ കരയണോ എന്നറിയാൻ വയ്യാത്തൊരവസ്ഥ. കാരണം ഉള്ളിലുള്ള കുഞ്ഞിന് എന്തൊക്കെ നെഗറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഞാൻ അന്നത്തെ ദിവസം മൊത്തം അന്ന് ഞാൻ ലീവ് എടുത്തു. പക്ഷേ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി. ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഹസ്ബൻഡ് വൈകിട്ടേ വരാൻ പറ്റൂ. എന്ത് ചെയ്യണമെന്നറിയാം, ആരോടും പറയാൻ പറ്റില്ല. കാരണം ഞാൻ അറിയാതെ എന്തൊക്കെ നെഗറ്റീവായിട്ട് ചെയ്യാമോ അതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അന്ന് മൊത്തം ഞാൻ ഒരു ഫുഡ് ഒന്നും കഴിച്ചില്ല, വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇത് നീ തന്ന കുഞ്ഞാണെങ്കിൽ നീ എനിക്കതിനെ തരണം എന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് വൈകിട്ടാണ് ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത്. അത് കഴിഞ്ഞിട്ട് സ്കാനിങ്ങിന് ചെന്നപ്പോൾ അവിടെ ഒരു തമിഴ് ഡോക്ടറായിരുന്നു. അപ്പം മലയാളം നല്ലപോലെ അറിയില്ല. അപ്പോൾ ആ ഡോക്ടർ ഞാൻ സ്കാനിങ് ടേബിളിൽ കിടന്ന് കരയുന്ന കണ്ടിട്ട് പറഞ്ഞു, സ്കാനിങ് ചെയ്തില്ലല്ലോ, പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് പറഞ്ഞില്ല, പിന്നെ എന്തിനാണ് നീ കരയുന്നത്? അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, അവർ ഇംഗ്ലീഷാണ് ചോദിച്ചത്, അപ്പോൾ അവർക്ക് മലയാളം അറിയില്ല. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, അപ്പം ഞാൻ ഈ കാര്യങ്ങൾ എനിക്കറിയാവുന്ന രീതിയിൽ വിശദീകരിച്ചു കൊടുത്തു. പക്ഷേ അവരെന്നോട് പറഞ്ഞത് ഉള്ളിലുള്ള ബേബി സ്ട്രോങ് ആണ്, അത്ര മാത്രം പറഞ്ഞു. അപ്പം ഞാൻ ആ ഡോക്ടറിനോട് പറഞ്ഞു, കാരണം ഈശോ വഴി അമ്മ മാതാവിലൂടെ ഈശോ എനിക്ക് തന്ന കുഞ്ഞാണ്, അതുകൊണ്ടാണത് സ്ട്രോങ് ആയിട്ടിരുന്നത്. അതുകൊണ്ട് കുഞ്ഞിന് ഒരു കുഴപ്പവും പറ്റിയില്ല. ഇപ്പോൾ 1 വയസ്സും 3 മാസവുമായി. ഇതുകൂടാതെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ ജോലിയിലൊക്കെ ഒത്തിരി, അതായത് പ്ലാസൻ്റ പ്രീവിയ, കുഞ്ഞ് താഴെ വരുന്ന അവസ്ഥ, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം അമ്മ മാതാവ് വീട്ടിൽ നിന്ന് സഹായിച്ചു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 15:2. കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും, അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. സിജി അനൂപ് എന്ന ഈ മകൾ
പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹത്തെ, സന്താന സൗഭാഗ്യത്തെ ഈ തിരുവൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സാക്ഷ്യത്തിൽ 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നമ്മളെ ആകർഷിക്കുന്നതാണ്. ആദ്യത്തേത് ജപമാലയിലുള്ള മകളുടെ ഭക്തിയും പഠിച്ച രീതിയും ചൊല്ലുവാൻ മകൾ നിരന്തരം കാണിച്ചിരുന്ന ശ്രദ്ധയുമാണ്. ജപമാല പ്രാർത്ഥന പരിചിതമല്ലാതിരുന്ന വിശ്വാസ സമൂഹത്തിൽ വളർന്ന മകൾ ജപമാലയെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയ നാൾ മുതൽ അതിനെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തമായ, നിലനിർത്തുന്ന, മുന്നോട്ട് നയിക്കുന്ന ആയുധവും സംരക്ഷണവും കവചവുമായി ജപമാലയെ മാറ്റുന്നതാണ് മകൾ ആദ്യം പങ്കുവച്ച സാക്ഷ്യത്തിലുള്ളത്. ജപമാല നമുക്കെന്നും കണ്ണീരുപ്പുള്ളവർക്കുള്ള ആശ്വാസത്തിൻ്റെ പ്രാർത്ഥനയാണ്. ജപമാല നമുക്കെപ്പോഴും ഏതെങ്കിലും ഒരു നിയോഗം നമ്മുടെ കൈവിട്ടു പോകുന്നുവെന്ന് കരുതുന്ന കാലയളവിൽ മുഴുവനും നമ്മളെ അവയെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് സുരക്ഷിതമായ പ്രാർത്ഥനയാണ്. ജപമാല നാം എവിടെയായിരുന്നാലും നമ്മുടെ മനസ്സിലൊരുവിട്ടുകൊണ്ട് ദൈവത്തോടൊപ്പം, അമ്മ മാതാവിനോടൊപ്പം സഞ്ചരിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന പ്രാർത്ഥനയാണ്. അതിൻ്റെ സാക്ഷ്യമാണ് മകൾ ആദ്യം പങ്കുവയ്ക്കുന്നത്. രണ്ടാമത് മകൾ പറഞ്ഞത് നമ്മൾ തന്നെ ഒത്തിരി ആദിയോടുകൂടി കേട്ട വാക്കുകളാണ്. ഉദരത്തിൽ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് 5 വർഷമായി കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന മകൾ ദമ്പതികൾ അതിൻ്റെ ചികിത്സയും മരുന്നുമൊക്കെയായി മുന്നോട്ട് പോവുകയും, എന്നാൽ അത് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അമ്മ മാതാവിൽ ശരണപ്പെട്ട്, അമ്മ മാതാവിലാണ് ആശ്രയം, എനിക്ക് വേണ്ടതൊക്കെ അമ്മയിലൂടെ ഒരുക്കി കിട്ടുമെന്ന പ്രത്യാശയോടെ ജീവിച്ചു തുടങ്ങുമ്പോൾ ഉദരത്തിൽ കുഞ്ഞ് ഉരുവായതറിയാതെ മരുന്ന് കഴിക്കുക, എക്സ്റേ എടുക്കുവാൻ സഹായിക്കുക, സ്വയം എക്സ്റേ എടുക്കുക, ആൻറ്റിബയോട്ടിക് കഴിക്കുക, സ്റ്റെപ്പുകൾ ഓടിക്കയറുക, കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുക, എങ്ങനെയൊക്കെ ഉദരത്തിലുള്ള ശിശുവിനെ അസ്വസ്ഥതപ്പെടുത്താമോ, ഇല്ലാതാകാമോ, അത്തരം എല്ലാ കാര്യങ്ങളും അറിയാതെ ചെയ്ത മകളുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. എങ്കിലും അമ്മ മാതാവ് ഉരുവാക്കിയതിനെ എത്ര കരുതലോടുകൂടി സംരക്ഷിച്ചുവെന്ന്, എത്ര സ്നേഹത്തോടുകൂടി ഒരാരോഗ്യ പ്രശ്നവുമില്ലാതെ കുടുംബത്തിന് കൈമാറിയെന്ന്, ആദ്യത്തെ സ്കാനിങ്ങിന് പോകുമ്പോൾ തന്നെ കുഞ്ഞ് സ്ട്രോങ് ആണെന്ന് അറിവ് നൽകിക്കൊണ്ട് കൂടുതൽ സന്തോഷത്തോടെ മാതാവിൽ പ്രത്യാശയർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ കരുത്ത് പകർന്നെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ചില നേരങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അറിവില്ലായ്മയുടെ മണ്ടത്തരങ്ങൾ പോലും, അറിവില്ലായ്മയുടെ ദോഷപ്രവൃത്തികൾ പോലും ദൈവം നമുക്ക് വേണ്ടി അനുഗ്രഹം തടസ്സമാകാതിരിക്കുവാൻ, അനുഗ്രഹം നഷ്ടപ്പെടുത്താതെ നമ്മളെ സംരക്ഷിക്കുവാൻ വേണ്ട കരുതലും കവചവും ഒരുക്കി തരും. മകളുടെ വാക്കുകളിൽ നമ്മളതാണ് കാണുന്നത്. ദൈവം എത്ര കണ്ട് കരുതലും കവചവും ഒരുക്കിയെന്ന്. ഈ കുഞ്ഞിനെ ആരോഗ്യത്തോടെ ഈ കരങ്ങളിൽ വഹിക്കുവാൻ എത്ര കണ്ട് ആ കുടുംബത്തെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുവെന്ന്. ഉടമ്പടിയിലായിരിക്കുന്നവരെ എത്ര കണ്ട ആപത്തിൽ നിന്ന് കാത്തുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിതത്തെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി കാത്തുവയ്ക്കുന്നുവെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ വലിയ അനുഗ്രഹത്തിന്, ഒത്തിരി ആപത്തുകളിൽ നിന്ന് കുഞ്ഞിനെ സംരക്ഷിച്ചതിന് നല്ല സന്തോഷത്തോടുകൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അമ്മ മാതാവിനും ദൈവപിതാവിനും തിരുക്കുമാരനും നന്ദി സമർപ്പിക്കാം. എൻ്റെ പേര് സവിത വർഗീസ്. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഞാൻ തായ്ലാൻഡിൽ വർക്ക് ചെയ്യുകയാണ്. ഒരു നിവ അമേരിക്കൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ കെമിസ്ട്രി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇവിടെ വരാൻ കാരണം എൻ്റെ മാതാവ് എനിക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ ഓൺലൈനിൽ ഉടമ്പടിയിലായിരുന്നു. അവിടെ വെച്ച് ഒരുപാട് തവണ ഞാനത് പുതുക്കിയിട്ടുണ്ട്. മാതാവിന് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ എനിക്കൊരു അത്ഭുതം നടന്നു. ഞാനൊരു ചിട്ടി, KSF-ൽ ഒരു ചിട്ടി പിടിച്ചിട്ട് എനിക്ക് ഒരു സെക്യൂരിറ്റി ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ ഒരുപാട് പേരത്ത് ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ലാസ്റ്റ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. പക്ഷേ 1 വർഷത്തോളം ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. ഇന്ന് തരാം, സൈൻ ചെയ്തില്ല, പ്രിൻസിപ്പൾ സൈൻ ചെയ്തില്ല, അങ്ങനെ ഒരുപാട് ഒഴിവ് പറയുമായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത്
എടുത്തു കഴിഞ്ഞ് അടുത്ത ദിവസം എന്നെ അവൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, പ്രിൻസിപ്പൽ സൈൻ ചെയ്തിട്ടുണ്ട്, നിനക്ക് വന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു. അത് എനിക്ക് ഫസ്റ്റ് മാതാവിനെ അടുപ്പിക്കാനുള്ള ഫസ്റ്റ് ഒരു അനുഗ്രഹമായിരുന്നത്. പിന്നെ ഉള്ളത് ഞാനിപ്പോൾ തായ്ലാൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ജോലി കിട്ടാനുള്ള കാരണം, ഞാൻ നേരത്തെ ഇന്തോനേഷ്യയിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ഫിസിക്സ് ടീച്ചർ എക്സാമിനേഷൻ ഹെഡായിരുന്നു. അപ്പം പുള്ളിക്കാരനുമായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ, ഞാൻ പ്രാക്ടിക്കൽ എക്സാം പിള്ളേർക്ക് നടത്തുമ്പോൾ കോൺഫിഡൻഷ്യൽ ലെറ്റർ നമുക്ക് നേരത്തെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കും. പക്ഷേ പുള്ളിക്കാരൻ എന്തോന്നറിയില്ല, എന്നിൽ എന്തോ ഒരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നതാണ്. ആ പുള്ളിക്കാരൻ എനിക്കത് തന്നില്ല. എനിക്കതുകൊണ്ട് എൻ്റെ കുട്ടികളെ ആ ഒരു രീതിയിൽ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഒരുപാട് മനസ്സുകൊണ്ട് വിഷമിച്ചു. എനിക്ക് അയാൾ തന്നില്ലല്ലോ, അയാൾക്ക് എന്തോ ഒരു വിശ്വാസക്കുറവ്, ഞാൻ ആ ക്വസ്റ്റ്യൻ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വിശ്വാസക്കുറവുണ്ടായിരുന്നു. പക്ഷേ മാതാവ് എൻ്റെ ഒപ്പം നിന്ന്, എനിക്ക് ആ സ്കൂളിൽ ഇനി അങ്ങനെ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് ഒരുപാട് മനസ്സുകൊണ്ട് ഞാൻ വിഷമിച്ചു, ഒരുപാട് ഞാൻ കരഞ്ഞു. വേറെ എവിടെയെങ്കിലും ഉടനെ എനിക്കൊരു ജോലി വേണം ഞാൻ ആഗ്രഹിച്ചു മാതാവിനോട്. ഞാൻ അപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് ഞാനിവിടെ ഹോളിഡേ വരുമായിരുന്നു. ഹോളിഡേ വന്നിട്ട് തിരിച്ചവിടെ പോകേണ്ടതാണ്. പക്ഷേ ഹോളിഡേ വന്നപ്പോൾ തന്നെ ഞാൻ മുമ്പ് എപ്പോഴും അപ്ലൈ ചെയ്തിരുന്നതാണ് ഈ ബാങ്കോക്കിലെ ജോലി. അവിടെ നിന്ന് തന്നെ അവർ ഇങ്ങോട്ട് വിളിച്ചു, ഇൻ്റർവ്യൂവിന് സെലക്റ്റഡ് ആയി, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അടുത്ത റൗണ്ട് ഉണ്ട്. അങ്ങനെ 2 റൗണ്ട് കഴിഞ്ഞ് 3ാമത്തെ റൗണ്ടിൽ പറഞ്ഞു 2 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്, 50-50 ചാൻസ് ആണ്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, മാതാവ് ഇത് എനിക്ക് കൊണ്ട് തന്നതാണെങ്കിൽ എനിക്കിത് കിട്ടിയിരിക്കും. എനിക്കത് ഭയങ്കര ഒരു വിശ്വാസമായിരുന്നു. ഞാൻ മാതാവിനോട് മുട്ടിപ്പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എനിക്കത് കിട്ടുമെന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അയാൾ പറഞ്ഞു ടഫായിരിക്കും, 2 പേരേ ഉള്ളൂ, 50-50 ആണ്. അങ്ങനെ ഞാൻ മാതാവിനോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. അത് എനിക്ക് തന്നെ കിട്ടി. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി, ഭയങ്കര സന്തോഷം തോന്നി. മാതാവിന് ഒരുപാട് നന്ദി. അത് മാത്രമല്ല, ഞാൻ തായ്ലാൻഡിൽ ബാങ്കോക്കിലാണ്. ബാങ്കോക്കിൽ മാതാവിൻ്റെ പള്ളിക്ക് അടുത്ത് തന്നെയാണ് എനിക്ക് വീടും കിട്ടിയത്. എനിക്ക് എപ്പോഴും എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റും. മരിയ റോസ മിസ്റ്റിക്ക ചർച്ചാണ്, നമ്മുടെ പോലത്തെ പ്രെയറാണ്, ഇംഗ്ലീഷിലാണെന്നേ ഉള്ളൂ. എപ്പോഴും എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റും. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ തായ്ലാൻഡിൽ ഇത് 2ാമത്തെ വർഷമാണ്. പക്ഷേ ഞാൻ പോയിട്ട് ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാർ ലോണിന് ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷേ അവിടുത്തെ റൂൾ അനുസരിച്ച് നമുക്ക് വിസ 1 വർഷത്തേക്ക് ഉണ്ടെങ്കിലും ആ ഒരു 1 ഇയർ എങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കൊരു കാർ ലോണിനെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മോൻ എൻ്റെ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകണമെങ്കിൽ അവിടെ മഴയൊക്കെ ഉള്ള സമയത്ത് എനിക്ക് 2 വീലറിൽ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാർ വേണം എന്ന് ആഗ്രഹിച്ചു. മാതാവിനോട് പറഞ്ഞു എന്തെങ്കിലും ഒരു ലോൺ ശരിയാക്കി തരണേന്ന്. അപ്പോൾ റൂൾ അനുസരിച്ച് 1 വർഷം കഴിയണം. പക്ഷേ അവർ ബാങ്കിൽ നിന്ന് പറഞ്ഞു, ഞങ്ങൾ ബാങ്കിൽ നിന്ന് സ്കൂളിലോട്ട് വിളിക്കും. അപ്പോൾ അവിടുത്തെ HR പറയണം എനിക്ക് 1 ഇയർ വിസ ഉണ്ട്, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ലോൺ സാങ്ഷൻ ആക്കാൻ പറ്റുള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് വിളിച്ചപ്പോൾ HR എടുത്തിട്ട് പറഞ്ഞു, ഇല്ല 1 ഇയർ ആയിട്ടില്ല, നമുക്ക് 8 മാസമേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് അത്രേ അറിയുള്ളൂ, ഈ ആൾ നമുക്ക് 8 മാസത്തേക്കേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മാതാവ് എന്നെ അവിടെ കൈവിട്ടില്ല. ഞാൻ മാതാവിൻ്റെ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. മാതാവിനെ ഞാൻ കൈവിടാതെ ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ച് ഞാൻ കാറിന് അപ്ലൈ ചെയ്ത സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, മൊത്തം 4 പേരാണ് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നത്. ആ 4 പേരിൽ ആ 3 പേർക്കും 1 വർഷത്തിൽ കൂടുതലും 2-3 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. പക്ഷേ എനിക്കവിടെ 8 മാസമേ ഞാൻ അവിടെ പോയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഒരേ ഒരു ലോൺ ആപ്ലിക്കേഷനെ അവർ സാങ്ഷൻ ആക്കിയിട്ടുള്ളൂ. അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. അത് ആരുടെയും മെറിറ്റിലല്ല, മാതാവിൻ്റെ ഗ്രേസിൽ എനിക്കത് കിട്ടിയതാണ്. അങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കകം മാതാവ് അതെല്ലാം ശരിയാക്കി തന്നു. വേറെ ഒരു പ്രയാസമില്ലായിരുന്നു. എനിക്ക് അവിടെ നിന്ന് കാർ എടുക്കാൻ പറ്റി. എനിക്ക് മോനെയും കൊണ്ട് എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ മോൻ ഒരു ദിവസം ഭയങ്കരമായ ചുമയും പനിയായി, രാത്രി ഉറക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചുമയും. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് മെഡിസിനൊക്കെ ആൻറ്റിബയോട്ടിക്കും കുറേ മെഡിസിൻസും തന്നു. അപ്പം ഇവന് ഉറക്കം വന്നപ്പോൾ ഞാൻ പറഞ്ഞു മെഡിസിൻ എടുത്ത് കഴിച്ചിട്ട് കിടക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കഴിച്ചിട്ട് കിടന്നായിരുന്നു. പക്ഷേ ഞാനത് അറിഞ്ഞില്ല, എടുത്ത് കഴിച്ചത് അറിഞ്ഞില്ല. ഞാൻ കുറച്ച് ഉറക്കത്തിലായിരുന്നു. ഞാൻ പോയി ചോദിച്ചു, മോന് നീ മെഡിസിൻ കഴിച്ചെന്ന് ചോദിച്ചപ്പോൾ അവനെ ഇങ്ങനെ കാണിച്ചു, തല ഇങ്ങനെ ആട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ കഴിച്ചിട്ടില്ല എന്നാ പറഞ്ഞു. അവൻ കഴിച്ച അതേ ഡോസ് ആൻറ്റിബയോട്ടിക്കും ബാക്കി കുറച്ച് മെഡിസിൻസ് ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ പിന്നെയും അവന് കൊടുത്തു. അവൻ കഴിച്ചിട്ട് ഒരു ½ ആൻ അവറേ ആയിട്ടുള്ളൂ. അതിന് മുമ്പ് ഞാൻ വീണ്ടും എല്ലാ മെഡിസിൻസും കൊടുത്തു. അപ്പോൾ ഡബിൾ ഡോസ് ആയിപ്പോയി എനിക്ക്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇവൻ എന്നോട് പറയുന്നത്, അമ്മ ഞാൻ നേരത്തെ കഴിച്ചല്ലോ, ഇതെല്ലാം ഞാൻ കഴിച്ചല്ലോ, പിന്നെ എന്തിനാണ് എനിക്ക് തന്നത്? അത് കഴിക്കുന്നതിന് മുമ്പ് പറഞ്ഞില്ല, എനിക്കറിയത്തില്ല, ഞാൻ എല്ലാം കൊടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രയാസമായിപ്പോൾ ഞാൻ, കാരണം എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിക്കുമോ, ഡബിൾ ഡോസുള്ള മെഡിസിനാണ്, എല്ലാം ഹൈ ഡോസാണ്, അവിടുത്തെ മെഡിസിൻസ് എല്ലാം ഹൈ ഡോസാണ്. അതിലൊരുപരി ഞാൻ വീണ്ടും 2ാമതും കൊടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കരമായി പ്രയാസമായിരുന്നു, എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിക്കുമോ. ഞാൻ ഭയങ്കര കരഞ്ഞ് മാതാവിനെ
മുട്ടിപ്പാടി പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് തന്നെ വന്ന് രക്ഷിക്കണം, ഒരു കുഴപ്പമില്ലാതെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോൾ എനിക്ക് മാതാവ് 2 രൂപത്തിൽ എനിക്ക് വന്നു. ഒന്ന് നമ്മുടെ ഇവിടുത്തെ മാതാവും കൃപാസന മാതാവും, പിന്നെ ബ്ലൂവും പിങ്കും ഡ്രസ്സ് അണിഞ്ഞ മാതാവും. ഈ 2 മാതാവിനെ എനിക്കന്ന് സ്വപ്നം കണ്ടു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മോൻ ഒരു കുഴപ്പം വരില്ല. രാവിലെ എടുത്തപ്പം മോൻ ഒരു കുഴപ്പമില്ല, പിന്നെ ചുമയും പനിയും എല്ലാം മാറി, അവൻ അതൊരു കുഴപ്പമില്ലാതെയായി. പിന്നെ വേറൊരെണ്ണം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്ലാന്റാർ ഫെസൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടായിരുന്നു. ഈ കാലിൻ്റെ താഴത്ത് ഭയങ്കര പെയിനായിരുന്നു. ഞാൻ ടീച്ചറാണ്, അപ്പോൾ എനിക്ക് ഒരുപാട് നേരം നിൽക്കുകയും നടക്കുകയൊക്കെ വേണം. അപ്പോൾ എനിക്ക് കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ ഭയങ്കര വേദന, ഒരുപാട് നേരം നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ മുട്ടിപ്പായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഓടും ചാടയും ഒന്നും വേണ്ട, എനിക്കൊന്ന് എനിക്ക് എപ്പോഴും നിന്ന് പഠിപ്പിക്കണം, അതിനെൻ്റെ കാല് റെഡിയാക്കി തന്നാലേ പറ്റുള്ളൂ, വേറെ ഒന്നും എനിക്ക് വേണ്ട. അതുപോലെ തന്നെ മുട്ടുവേദന ഉണ്ടായിരുന്നു, നന്നായിട്ട് മുട്ടുവേദന ഉണ്ടായിരുന്നു, ഈ റൈറ്റ് ലെഗിലായിരുന്നു. അപ്പോൾ ഒരുപാട് ഞാൻ മുട്ടിപ്പാടി പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ പ്രാർത്ഥനയുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞു, മാതാവ്, അപ്പം അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവരെനിക്ക് ജെല്ലൊക്കെ തന്നു. ഞാൻ ഒരുപാട് മെഡിസിൻസും കുറേ മെഡിസിൻസ് വന്നു. പക്ഷേ ഞാനിപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഈ മെഡിസിൻസും ജെല്ലും ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. എനിക്ക് മാതാവിൻ്റെ ഉപ്പും, ഞാൻ ഓൺലൈനിൽ ഉടമ്പടി ആയതുകൊണ്ട് എനിക്ക് തൈലം കിട്ടിയിട്ടില്ലായിരുന്നു, പക്ഷേ നാട്ടിൽ നിന്ന് എനിക്ക് ഉപ്പും തേനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് തന്നെ കഴിച്ചു. ഞാൻ ഇനി മെഡിസിൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നിർത്തി. ഒരാഴ്ച പോലും എടുത്തില്ല. അതിനു മുമ്പ് എൻ്റെ എല്ലാ കാലുവേദനയും മാറി. ഇപ്പം എനിക്ക് ഓടാം, ചാടാം, എല്ലാം ചെയ്യാം. എൻ്റെ കാല് വെച്ച് ഒരു കുഴപ്പമില്ല. അത് മാതാവിൻ്റെ വലിയൊരു അത്ഭുതമാണ്. പിന്നെ പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ഒരു മാസം ലീവ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല. എൻ്റെ കുടുംബത്തിൽ ഒരു അങ്കിളുടെ മരണമായിപ്പോയി. പക്ഷേ വന്നതിൻ്റെ അപ്പം തന്നെ ഞാൻ ഒരു മാസം കൊണ്ട് എനിക്ക് എൻ്റെ കുടുംബക്കാരുടെ സഹായത്താലും എല്ലാവരും സഹായിച്ചത് മൂലം എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്കൊരു സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങാൻ പറ്റി. അത് മാതാവിനോട് പ്രാർത്ഥിച്ച് പെട്ടെന്ന് തന്നെ എനിക്ക് ആരെയും വേറെ എവിടെയും പോയി ഒന്നും പ്രയാസപ്പെടേണ്ടി വന്നില്ല. അതങ്ങനെ സാധിച്ചു. പിന്നെ ചെറിയതായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ ഒരുപാട് നീളത്തിൽ പറയുന്നില്ല. പക്ഷേ എനിക്കറിയാം, ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം സാക്ഷ്യം പറയുമ്പോൾ നല്ല വെടിക്കെട്ട് സാക്ഷ്യമായിട്ട് ഞാൻ വന്നിവിടെ മുമ്പിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തും. മാതാവിന് 1000 നന്ദി. പിന്നെ ഞാൻ തായ്ലാൻഡിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് കാരുണ്യ പ്രവൃത്തികൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഏതൊരു സാക്ഷ്യം ഞാൻ എപ്പോൾ കേൾക്കുന്നോ അപ്പോൾ തന്നെ ഞാൻ ഷെയർ ചെയ്യും. ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥന, ചൊവ്വാഴ്ചയുള്ള പ്രാർത്ഥന, അതെല്ലാം ഞാൻ ഷെയർ ചെയ്യും. ഞാൻ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാമാണ് എപ്പോഴും. അപ്പോൾ ഞാൻ മുമ്പൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന എപ്പോഴും ഞാൻ എൻ്റെ റീൽസ് ഇടുമായിരുന്നു, പക്ഷേ എൻ്റെ ഓരോ സെൽഫി ഇടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റേറ്റസിൽ അതൊന്നുമല്ല. ആരെൻ്റെ സ്റ്റേറ്റസ് എടുത്താലും കാണാൻ പറ്റും. ഞാൻ ഉടമ്പടി ധ്യാനം അല്ലെങ്കിൽ മാതാവിൻ്റെ സാക്ഷ്യം എല്ലാം ഞാൻ ഷെയർ ചെയ്യും. എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ ഒരെണ്ണമെങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഞാൻ ഷെയർ ചെയ്തിരിക്കും. അത് എന്നെ അറിയുന്നവർക്ക് അതറിയാൻ പറ്റും. ആരെങ്കിലും എൻ്റെ സ്റ്റേറ്റസ് കാണുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും. ഇതുവഴി ഞാൻ മാതാവിനെ പലരിലും എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പേര് എന്നെ കളിയാക്കുന്നവരുണ്ട്, പക്ഷേ അതൊന്നും ഞാൻ വകവയ്ക്കില്ല. ഇതിനേക്കാളും നല്ലൊരു സാക്ഷ്യമായിട്ട് ഞാനിവിടെ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. താങ്ക് യു സോ മച്ച്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 26:4, കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ, ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. സവിത വർഗീസ് എന്ന ഈ മകൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പരിശുദ്ധ കൃപാസനം മാതാവിനോട് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓരോ കാര്യം മകൾ പറയുമ്പോഴും അതിൽ നമ്മൾ കേട്ട ഒരു വാക്ക് പെട്ടെന്ന് എന്നുള്ളതാണ്. എല്ലാം പറയും പെട്ടെന്ന്, ഉടനെ, ഓരോന്നും സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ അമ്മയുടെ, മാതാവിൻ്റെ, സമയച്ചുരുക്ക മാതാവിൻ്റെ വലിയ ഇടപെടലുകൾ എങ്ങനെയാണ് ജീവിതത്തിന്, കുടുംബത്തിന് ലഭിക്കുന്നതെന്ന് മകളുടെ ഓരോ സാക്ഷ്യത്തിലും ആവർത്തിച്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. മകൾ ആദ്യം പറയുന്നത് വിദേശത്തുള്ള ഒരു ജോലിയാണ്. ജോലിയിൽ മകളെ ട്രസ്റ്റ് ചെയ്യാതെ അതിങ്ങനെ വല്ലാതെ മാനസിക വിഷമം നടത്തിയ കാലത്ത് മറ്റൊരു സ്കൂളിലേക്ക്, മറ്റൊരു വിദ്യാലയത്തിലേക്ക് മാറുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ ശരിക്കും രാജ്യം തന്നെ മാറ്റിക്കൊണ്ടാണ് മാതാവ് മകളെ അവിടുന്ന് സംരക്ഷിക്കുന്നത്. അത് നാട്ടിലായിരിക്കുന്ന സമയത്താണ് അതിനുള്ള ഇൻ്റർവ്യൂ വിളിക്കുന്നത്. അത് ഉടനടി തന്നെ അതിൽ പങ്കെടുക്കുന്നു. അങ്ങനെ തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ജോലി മാറിക്കിട്ടുകയും നേരത്തെ ചെയ്തിരുന്ന ഇടത്തേക്കാളും മികച്ച സാലറിയോടുകൂടി ജോലിയെടുക്കുവാൻ മാതാവ് അത്ഭുതകരമായി പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ലാതെ മകളെ സഹായിച്ചു. മകൾ പറഞ്ഞു, ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന. അമ്മ മാതാവിൻ്റെ കൃപയാൽ മാത്രം, ദൈവകൃപയാൽ മാത്രം മകൾക്ക് അങ്ങനെ ജോലിയിലേക്ക്, മറ്റൊരു രാജ്യത്തിൽ, മറ്റൊരു മികച്ച സ്കൂളിൽ ഉയർന്ന സാലറിയിൽ ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യത കിട്ടിയതാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത്. രണ്ടാമത് അവിടെ സ്കൂളിൽ പോകുവാൻ, മകനെ കൊണ്ടുപോകുവാൻ വാഹനത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു.
1 വർഷമെങ്കിലും കഴിഞ്ഞിരിക്കണം അതിനുവേണ്ടി അവിടെ അപേക്ഷ കൊടുക്കുവാനും അവർ ലോൺ അനുവദിക്കുവാനും. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. 7-8 മാസം എത്തുന്നതേയുള്ളൂ. സ്കൂളിൽ ചോദിച്ചപ്പോഴും അവരൊന്നും കള്ളം പറഞ്ഞില്ല. 7-8 മാസമായിട്ടുള്ള പരിചയമേ ഉള്ളൂ എന്ന് അവർ അറിയിക്കുകയും ചെയ്തു. എങ്കിലും അമ്മ മാതാവിൻ്റെ സന്നിധിയിലുള്ള മുട്ടിപ്പായ പ്രാർത്ഥന, ഇടതടവില്ലാതെയുള്ള ജപമാല, അത് അത്ഭുതകരമായിട്ട് ആ 4 അപേക്ഷകളിൽ മകളുടേത് മാത്രം യോഗ്യതയില്ലാത്ത, ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത, സമയം കഴിയാത്ത ആ അപേക്ഷ മാത്രം പരിഗണിക്കുകയും മകൾക്ക് കാർ അനുവദിച്ച് കിട്ടുകയും ചെയ്തതിനെയാണ് രണ്ടാമത് സാക്ഷ്യപ്പെടുത്തുന്നത്. മൂന്നാമത് കാലിലുണ്ടായ ഒരു അസുഖം, നടക്കുവാൻ പ്രയാസമുള്ളത്, ഒന്നും ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തെ മകൾ സൂചിപ്പിച്ചു. അതും ഇവിടെ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു പോയവർ ഉപ്പും തേനും വാങ്ങിക്കൊണ്ടുപോയി കൊടുത്തത്, അതുപയോഗിച്ചതിലൂടെ ആ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. മറ്റൊന്ന്, മകന് ഓവർഡോസ് ഗുളിക കൊടുത്തത്, അതും ഹൈഡോസ് ഗുളികയാണ് കൊടുത്തത്. അത് കൊടുക്കുമ്പോൾ അറിവില്ലാതെ ചെയ്തതെങ്കിലും കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ മകൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്, മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലാതെ മകന് പൂർണ്ണമായ ആരോഗ്യം, സൗഖ്യം, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത് പരിഹരിക്കപ്പെട്ടതിനെ മകൾ സാക്ഷ്യപ്പെടുത്തി. മറ്റൊന്ന്, 1 മാസത്തിൻ്റെ അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഒരു സ്ഥലം കണ്ടെത്തി വാങ്ങുവാനായിട്ട് സാഹചര്യം ഒരുങ്ങിക്കിട്ടിയതിനെ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഭവങ്ങളെയാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധമ്മ അമ്മ മാതാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഉടമ്പടിയുടെ ജീവിതം വിശ്വസ്തയോടെ നിർവഹിക്കുമ്പോൾ നമ്മുടെ ഓരോ അപേക്ഷയെയും ഓരോ ആവശ്യത്തെയും തിരുക്കുമാറിന് കൊടുത്ത് നമുക്കത് അനുവദിച്ച് തരുന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. മകൾ പറയുന്നുണ്ട്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലാത്തിലും ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളും ഉടമ്പടിയുടെ ധ്യാനവും അതാണ് ഞാനെപ്പോഴും പങ്കുവെച്ചു കൊണ്ടിരിക്കുക. മറ്റേത് എൻ്റെ ചിത്രങ്ങൾ ഇട്ടുകൊണ്ടിരുന്നത് മാതാവിൻ്റെ ചിത്രങ്ങളാക്കി ഞാൻ മാറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ നിരന്തരം ഉടമ്പടിയിലൂടെ എന്തൊക്കെ എനിക്ക് ചെയ്യാനാകുമോ, അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തെ എങ്ങനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനാകുമോ, ആ ഒരു പങ്കുവയ്ക്കലും ആ എൻ്റെ ഉടമ്പടിയോടുള്ള എൻ്റെ വിശ്വസ്തതയും എൻ്റെ കുടുംബത്തിൽ നിന്ന് അനുഗ്രഹത്തിന് കാരണമായെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഏതൊരു ഗൗരവമുള്ള വിഷയത്തെയും വേഗത്തിൽ നമുക്ക് സാധിച്ചു തരുവാൻ കൂടെ വരുന്നവളാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഗൗരവമുള്ള പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം നൽകുവാൻ കൂടെ വരുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു അപകടാവസ്ഥയിലെത്തുമ്പോൾ അമ്മ മാതാവ് ഓടിയെത്തി ആ അപകടങ്ങളെ തരണം ചെയ്യുവാൻ എപ്പോഴും ആ 3-ാം ദിവസം ദേവാലയത്തിൽ വെച്ച് കുഞ്ഞിനെ കാണാതെ പോകുമ്പോൾ പകച്ചോടി വരുന്ന അമ്മയുടെ അതേ തീവ്രതയോടെ, തീഷ്ണതയോടെ നമ്മൾ അപകടത്തിലാകുമ്പോൾ ആ അപകടാവസ്ഥയിൽ കോരിയെടുത്ത് സംരക്ഷിക്കുവാൻ അമ്മ കൂടെ വരുന്നുവെന്ന് ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തിൽ വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം വളരെ ഗൗരവമുള്ള മറ്റൊരു കാര്യം കൂടി മകൾ സൂചിപ്പിച്ചിരുന്നു. ആദ്യമായിട്ട് KSFയിൽ നിന്ന് ഒരു ചിട്ടി ലഭിച്ചത് തിരികെ കിട്ടുവാൻ വേണ്ടി ഒരു സാലറി സർട്ടിഫിക്കറ്റിന് വേണ്ടി 1 വർഷമായി ക്ലേശിച്ച് പുറകെ നടന്നിട്ട് അത് കിട്ടാതിരിക്കുകയും, എന്നാൽ ഓൺലൈൻ ഉടമ്പടി ആദ്യമായി എടുത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആ സാലറി സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും അങ്ങനെ ആ വിഷയം പരിഹരിക്കപ്പെട്ടതിനെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അമ്മ മാതാവിൻ്റെ എല്ലാ ഗുണങ്ങളെയും, ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളെയും ഓരോരോ തരത്തിൽ ഈ മകളുടെ ജീവിതത്തിൽ അനുഭവമാകുന്നു. അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുന്നു. ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് സമർപ്പിക്കാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം. പേര് സന്ധ്യ, ഞാൻ വരുന്നത് ചാവക്കാട് നിന്നാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. എനിക്ക് 6 വർഷമായി നല്ല വയറുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, മാതാവിൻ്റെ അടുത്ത് പോയിട്ട് ഇത് മാറ്റുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ വന്ന് അമ്മ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഉപ്പും തൈലം തന്നോട് കൂടിയിട്ട് തന്നിട്ട് എനിക്ക് കുറച്ച് കുറവുണ്ടായിട്ട് പിറ്റേ ദിവസം വന്നിട്ട് എന്നോട് മാതാവ് വന്ന് പറഞ്ഞു, മോൾ പേടിക്കണ്ട, ഒക്കെ ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞു. അച്ഛനെ കണ്ട് എനിക്ക് അനുഗ്രഹം കിട്ടിയ കാരണം കൊണ്ടാണ് എനിക്ക് വയറുവേദന മാറിയത്. ഞാൻ യേശുവിനോട് നന്ദി പറയുന്നു. എൻ്റെ പേര് വസന്ത. 6 വർഷമായിട്ട് എൻ്റെ കുട്ടിക്ക് വയറുവേദന ഉണ്ടായിരുന്നു. കാണിക്കാതെ ഡോക്ടർമാരല്ല, പാവപ്പെട്ട കുടുംബമാണ് എൻ്റെ. പിന്നെ എൻ്റെ കെട്ടും തെങ്ങറ്റ ആളാണ്. പോയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. 6 വർഷമായിട്ട് കുറേ ഡോക്ടർമാരെ കാണിച്ചു.
ഇഷ്ടംപോലെ ഡോക്ടർമാരെ കാണിച്ചു. എന്നിട്ട് 10 ലക്ഷത്തിൻ്റെ അടുത്ത് ചിലവാക്കി. അത് കഴിച്ചിരുന്ന ഗുളികണെങ്കിൽ ഒരു ചാക്ക് കണക്കിലുണ്ടാവും ഗുളിക. അന്ന മാതിരി വയറുവേദന. എനിക്ക് ചെറിയ ഒരു വർക്കുണ്ട് മലങ്കര ഹോസ്പിറ്റലിലെ കുന്നംകുളം. ഞാൻ ഉച്ചയ്ക്ക് പോയിട്ട് വൈകിട്ട് വന്ന് കഴിഞ്ഞാൽ ഇത് കിടന്ന് ഇങ്ങനെ കരച്ചിലുണ്ടാവും. എന്നിട്ട് ഞാൻ വന്നിട്ടാണ് ഡോക്ടറെ അടുത്ത് കൊണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ലാബ് റൂമൊക്കെയാണ് പിറ്റേ ദിവസമാണ് എൻ്റെ മോളെ പുറത്തേക്ക് ആക്കുള്ളൂ. അന്ന് വയറുവേദനയായിരുന്നു. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ചേച്ചി പറഞ്ഞു ഇങ്ങനെ കൃപാസനം പോയിട്ട് മാതാവിൻ്റെ അടുത്തേക്ക് അപ്പോൾ ശരിയാവണ് പറഞ്ഞു. പക്ഷെ എനിക്ക് വായിക്കാൻ അറിയില്ല. ഇപ്പം കഴിഞ്ഞ ഓണത്തിൻ്റെ പിറ്റേ ദിവസവും ഞാൻ എൻ്റെ മക്കളും ഈ നാട് തന്നെ എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച് ഇവിടേക്ക് വന്നു, ഉടമ്പടി എടുത്തു. പിറ്റേ ദിവസം തന്നെ എൻ്റെ മോളുടെ വയറുവേദന ഒക്കെ മാറി. അന്ന് വയറുവേദനയായിരിക്കും. MR സ്കാനിങ് എടുത്തു, രക്തം ടെസ്റ്റ് ചെയ്തു, 10-20 തവണ സ്കാനിങ് ഒക്കെ ചെയ്തു. പക്ഷെ ഇന്ന് അസുഖമൊന്നും പറയുന്നില്ല. പക്ഷെ എന്ത് ചെയ്യണം അറിയില്ല. പക്ഷെ ഇവിടെ വന്ന ശേഷം ഇപ്പോൾ വയറുവേദന ഒക്കെ മാറി. പിന്നെ എനിക്ക് 15 വർഷമായിട്ട് എനിക്ക് വയറ്റിലൊന്നും പോവാറില്ല. 15 വർഷം. ഒരു മാസത്തിൽ 4 വട്ടം മാത്രമേ ഞാൻ പോവുള്ളൂ. അത് ഭയങ്കര ഒരു വേദനയായിരുന്നു. അതേപോലെ അപ്പം തന്നെ ഞാൻ ഇവിടെ വന്ന അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുത്തു. അതിൻ്റെ എല്ലാം ഉപ്പും തൈലമൊക്കെ കൂടിയിട്ട് ഞാൻ ചെയ്തു. എനിക്കിപ്പോൾ നോർമലായി. പിന്നെ അതല്ലാണ്ട് എനിക്കിപ്പോൾ ഒരു 2020 തൊട്ട് ഇവിടെ തലേ ദിവസം തൊട്ട് എനിക്ക് നല്ല മൂത്രക്കടച്ചിലുണ്ടായിരുന്നു. കുറേ ഡോക്ടറെ കാണിച്ചു, ഗുളിക കഴിച്ചു, എന്നിട്ടും മാറിയിട്ടില്ല. ഇതേപോലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടി തന്നെ എനിക്കെല്ലാം ഇപ്പോൾ നോർമലായി കിട്ടി. എൻ്റെ മോളുടെ അസുഖങ്ങൾ ഫുള്ളായിട്ട് മാറി. വന്നിട്ട് അച്ഛനെ കണ്ടു. ഉടമ്പടി എടുത്തിട്ട് പിറ്റത്തെ മാസം വന്നിട്ട് അച്ഛനെ കണ്ടു. അച്ഛൻ തലയിലൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഇവിടെ കുരിശൊക്കെ എനിക്ക് ഞാൻ മലയാളം അല്ലണ്ട, തമിഴിലാണ്. എനിക്ക് എന്തെങ്കിലും പറയത് തെറ്റെനിക്ക് ക്ഷമിക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച ശേഷം എൻ്റെ മോൾക്ക് ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മാസക്കുളി പോലെ ചെറുതായിട്ട് കണ്ടു. ഡോക്ടർമാർ പറഞ്ഞു ഗുളിക കൊടുത്തെങ്കിൽ മാത്രമേ മാസക്കുളി ആവുള്ളൂ, അല്ലെങ്കിൽ ആവൂലെന്ന് പറഞ്ഞു. അച്ഛനെ കണ്ട ശേഷം ഇപ്പം ചെറുതായിട്ട് എൻ്റെ മോൾക്ക് മാസക്കുളി പോലെ കാണുന്നുണ്ട്. ഒട്ടും തന്നെ ഡോക്ടർമാർ പറഞ്ഞു ഈ കുട്ടിക്ക് മാസക്കുളി ആവില്ല, കല്യാണം കഴിച്ച് കൊടുക്കാൻ പറ്റില്ലെന്നൊക്കെ കുറേ പറഞ്ഞു. പക്ഷെ ഇപ്പം എല്ലാം കൊണ്ടും മാതാവിൻ്റെ മോൾക്ക് നല്ലത് തന്നെ തന്നിപ്പോൾ വന്നിട്ട് ഇങ്ങനെ വയറൊക്കെ വന്നിട്ട് ഉഴിയുന്നുണ്ട്, കുരിശൊക്കെ വരയ്ക്കുന്നുണ്ടൊക്കെ മോള് പറയാറുണ്ട്. പിന്നെ അമ്മ വരുമ്പോഴൊക്കെ ഇങ്ങനെ മുല്ലപ്പൂടെ മണമൊക്കെ കേൾക്കാം. ഞങ്ങളുടെ വീട് പാവപ്പെട്ട കുടുംബം. വീടടക്കം ഒരു അടച്ചോട് ഉറപ്പില്ലാത്ത ഒരു വീട്ടിലാണ് ഞങ്ങൾ കിടക്കുന്നത്. അമ്മയ്ക്ക് തിരുകുമർക്ക് 1000 നന്ദി. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. യാക്കോബ് 5:15. വസന്ത സതീശൻ എന്ന ഈ സഹോദരിയും മക്കളും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ നിറക്കണ്ണുകളോടെ സന്തോഷത്തോടുകൂടി ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. 6 വർഷമായി ഈ മകൾക്കുണ്ടായിരുന്ന വളരെ കലശലായ വയറുവേദന, രോഗമെന്തെന്ന് കണ്ടുപിടിക്കാനാവാതെ ഒത്തിരി ചികിത്സ ചെയ്ത് 10 ലക്ഷത്തോളം രൂപ ചിലവാക്കിയിട്ടും എന്തെന്ന് മനസ്സിലാവാതെ നിരന്തരം കുടുംബം കൂടുതൽ ക്ലേശത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും കടബാധിതയിലേക്കും പോയിക്കൊണ്ടിരുന്ന നാളുകളിൽ അയൽപക്കത്തുള്ളവർ പറഞ്ഞാണ് അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുക്കുവാനായി എത്തിച്ചേരുന്നത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ മകളുടെ വേദന പൂർണ്ണമായി മാറുകയും ഇപ്പോൾ മരുന്നോ മറ്റൊന്നും കഴിക്കാതെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ മകൾ പൂർണ്ണ ആരോഗ്യം പ്രാപിച്ചതിനെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത്. വയറുവേദന എത്ര ഗുരുതരമുള്ളതായിരുന്നെന്നും ആശുപത്രിയിൽ ചെന്നാൽ ആകെ പിടയുന്ന അവസ്ഥയിൽ 1-2 ദിവസം കിടത്തിയല്ലാതെ തിരികെ വിടത്തില്ലെന്നും
എന്താണ് വേദനയുടെ കാരണമെന്ന് ഇതുവരെ അവരോട് ഡോക്ടർമാർ പറഞ്ഞിട്ടില്ലെന്നും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയിൽ സൈത്ത് പൂശി പ്രാർത്ഥിക്കുവാനായി അച്ഛന് കൈമാറുകയും സൈത്ത് പൂശി ഉദരത്തിൽ പ്രാർത്ഥിച്ചതിലൂടെ ഇത്രയും വർഷങ്ങളായിട്ടുള്ള 6 വർഷമായിട്ടുള്ള വേദന സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് നിസ്സാരമായി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പൂർണ്ണമായി മകൾക്ക് സൗഖ്യപ്പെടുത്തിയതിനെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തിയത്. മറ്റൊന്ന് 15 വർഷത്തിലേറെയായി വയറ്റിൽ നിന്ന് പോകാതിരുന്നത് മൂലം മാസത്തിൽ 2, 3, 4 തവണ മാത്രം പോകുന്നതിനുമുണ്ട് വലിയ വേദനയും അസ്വസ്ഥതകളും സഹോദരി പങ്കുവയ്ക്കുകയാണ്. ഏറെ ക്ലേശം അതിലൂടെ മകൾ അനുഭവിച്ചതിനെയും സൂചിപ്പിച്ചു. എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങിയതിലൂടെ അതിപ്പോൾ സാധാരണ പോലെ ആയതിനെയാണ് മകൾ സന്തോഷത്തോടെ നിറകണ്ണുകളോടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. മറ്റൊന്ന് മോൾക്ക് പീരീഡ്സ് ആവാതിരുന്നതിൻ്റെ വലിയ പ്രയാസങ്ങളും ഡോക്ടർമാർ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണാതിരുന്നതും അതിനെ ആവത്തില്ലായിരിക്കുമെന്ന രീതിയിൽ കുടുംബത്തെ കൂടുതൽ വിഷമിപ്പിച്ചതുമൊക്കെ കുടുംബം അൾത്താരയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ ഉടമ്പടിയെടുത്ത് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ ഇപ്പോൾ പീരീഡ്സ് ആയി തുടങ്ങിയതിനെ കുടുംബം വലിയ സന്തോഷത്തോടെ അമ്മമാതാവിൻ്റെ സന്നിധിയിൽ കൂപ്പുകരത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നിടത്ത്, വൈദ്യശാസ്ത്രം എന്തെന്ന് തിരിച്ചറിഞ്ഞ് കണ്ടെത്തി തരുവാൻ സാധിക്കാത്തിടത്ത് അമ്മ മാതാവിൻ്റെ സംരക്ഷണവും തിരുക്കുമാരൻ്റെ സന്നിധിയിലുള്ള നിരന്തരമായ മാധ്യസ്ഥവും നമുക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ സൗഖ്യമായും ജീവിതത്തിന് പുതിയ വെളിച്ചമായും നാം ആഗ്രഹിക്കുന്ന രീതിയിൽ കൂടുതൽ നന്മയായും എല്ലാ കാര്യങ്ങളെയും ക്രമീകരിക്കുന്നുവെന്ന് ഈ മക്കളുടെ വാക്കുകളിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഈ മക്കൾ അവരുടെ ദാരിദ്ര്യത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും നിമിഷങ്ങളിൽ ഏറ്റവും സ്നേഹത്തോടും ഏറ്റവും ആദരവോടും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ഓരോ നന്മകളെയും നന്ദിയോടെ സമർപ്പിക്കുകയാണ്. നമുക്ക് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. മനുഷ്യന് അസാധ്യമായത്, ശാസ്ത്രത്തിന് അസാധ്യമായത്, മരുന്നുകൾക്ക് സൗഖ്യപ്പെടുത്തുവാനാവാത്തത് ദൈവത്തിൻ്റെ ശക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനും സൗഖ്യം പകരുവാനും ലോകത്തിൽ ദൈവത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ നമ്മളെ ശക്തരാക്കുവാനും സാധിക്കും. അതാണ് ഈ മക്കളുടെ വാക്കുകളിലൂടെ ലോകത്തിന് കൈമാറുന്ന സന്ദേശം. ഈ നല്ല അനുഭവങ്ങൾ ഈ കുടുംബത്തിൽ ലഭിച്ചതിന് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം. എൻ്റെ പേര് സനു റോയി. ഞങ്ങൾ കട്ടപ്പനയിൽ നിന്ന് വരുന്നു. ഇവിടെ ഉടമ്പടി എടുത്തത് 2022 മെയ് 22-നാണ് അമ്മ വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അമ്മയുടെ പേര് ഓമന മാത്യു. ഞങ്ങളുടെ ചേട്ടായിക്ക് വണ്ടി ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു ഏപ്രിൽ 14 2021. അന്നേരം തലച്ചോറിനാണ് പറ്റിയത്. തലച്ചോറിന് പറ്റി നമ്മൾ അന്നേരം തന്നെ നമ്മളോട് ഒരു സിസ്റ്ററും കൂട്ടുകാരൊക്കെ പറഞ്ഞിങ്ങനെ കൃപാസനത്തിലോട്ട് വിളിച്ചു പറ, ഉടമ്പടിയുടെ ഇങ്ങനെ സിസ്റ്ററിനോട് വിളിച്ചു പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ അന്നേരം തന്നെ സിസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ സിസ്റ്ററിനെ ചേട്ടനിങ്ങനെ സീരിയസ് ആയിട്ട് കോമ സ്റ്റേജിൽ വെന്റിലേറ്ററിൽ കിടക്കുവാണ്, തലച്ചോറിനാണ് പറ്റിയത്, ആക്സിഡൻറ്റ് പറ്റിയപ്പം. അതുപോലെ തന്നെ പാങ്കരാസ് ഗന്ധി ചെതറിപ്പോയി, അങ്ങനെ ഒരു സീരിയസ് ഘട്ടത്തിൽ കിടക്കുക, കോമ സ്റ്റേജിലാണ്. ഒരു തരത്തിലും ഒരു അനക്കം പോലും ഇല്ല, ജീവൻ്റെ ഒരു അംശം പോലും കിട്ടുകയില്ലെന്ന് എല്ലാവരും പറയുന്നത്. 1 വയസ്സുള്ളൊരു കുഞ്ഞെനിക്കുണ്ട്. അന്നേരം എല്ലാവരും എൻ്റെ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അന്നേരം പറഞ്ഞു, നിങ്ങൾ ആൾക്ക് ഒരു കുഴപ്പവും പറ്റുകയില്ല, നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ പൂർണ്ണമായി കഴിയുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങൾ എടുത്തോളാം എന്ന് ഒരു വാക്ക് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പം പ്രാർത്ഥിച്ചോളാം ഞങ്ങൾ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഈ ചേട്ടന് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ്റെ കൈ ഒരു അനക്കം പോലും ഇല്ലായിരുന്നു. ഒരു മനുഷ്യനായിരുന്നു, ഒരു അനക്കവും ഒരു ചൈനയും ഒന്നുമില്ലായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ 5 സെക്കൻഡ് കഴിയുന്നതിന് മുമ്പ് ഡോക്ടർ വന്ന് പറഞ്ഞു, ചേട്ടൻ കൈ തന്നെ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട്. ഞങ്ങൾ അന്നേരം 1000 നന്ദി മാതാവിനോട്
എത്ര പറഞ്ഞാലും തീരുവാത്തൊരു നന്ദി. ഞാൻ അവിടെ ഒരു അൽഫോൻസാമ്മയുടെ ഒരു രൂപമായിരുന്നു നമ്മുടെ ആശുപത്രിക്കകത്തുണ്ടായിരുന്നത്. അൽഫോൻസാമ്മയുടെ മുന്നിൽ ചെന്ന്, മാതാവേ, എൻ്റെ അൽഫോൻസാമ്മയെ എനിക്ക് 1000 നന്ദി എന്ന് ഞാൻ അന്നേരം പറഞ്ഞു. മാതാവേ, 1000 നന്ദി, എൻ്റെ ചേട്ടായുടെ കൈ അനക്കി തന്നല്ലോ, ഇനിയും ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ മാതാവിനെ, എൻ്റെ ചേട്ടായിനെ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അമ്മ അന്നേരം പറഞ്ഞു, ഞാൻ വന്ന് എൻ്റെ മോന് വേണ്ടി ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു. കൃത്യം 1 വർഷം കഴിഞ്ഞ് 2 മാസത്തോടെയും കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അന്നേരം ആളിന് ട്യൂബിൽ കൂടിയായിരുന്നു ഭക്ഷണമൊക്കെ കൊടുത്തോണ്ടിരുന്നത്. ട്യൂബ് വരി തൊണ്ണയുടെ ഇവിടെ കിഴിച്ചിട്ടുണ്ടായിരുന്നു, തൊണ്ണ കിഴിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം തൊണ്ണ കഴിച്ചപ്പം പുള്ളിക്കാരൻ ഒരു ചുമയും ഭയങ്കര കഫക്കെട്ടും ഒക്കെ ആയിരുന്നു. തൊണ്ണ കഴിച്ച് കഫം എടുത്ത് തൊണ്ണയിൽ കൂടെ കളയണമായിരുന്നു. അങ്ങനെ ഭയങ്കര ഒരു ഇതിലായിരുന്നു. കുഞ്ഞിനാണ് 1 വയസ്സേ ഉള്ളൂ. കുഞ്ഞിനെയും നോക്കണം, അതുപോലെ ചേട്ടനെയും നോക്കണം, എല്ലാം എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര സങ്കട ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ അമ്മ ഇവിടെ വന്ന് ഒരു ഉടമ്പടി എടുത്തു. 2-ാമത്തെ ദിവസം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടായി സ്വയം ആ തൊണ്ണക്കുഴി ഇരുന്ന ട്യൂബ് സ്വയം പറിച്ച് കളഞ്ഞു. അന്നേരം ഡോക്ടർ പറഞ്ഞു, റിയാക്റ്റ് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ ഭയപ്പെടേണ്ട, പുള്ളി ഓക്കെ ആയിക്കോളും, നിങ്ങൾ ഒന്നും കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം ഇവിടെ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അമ്മ ഉടമ്പടി തൈലം എന്നും നെറ്റിയിലും തൊണ്ണക്കുഴിയിലും പെരട്ടാൻ തുടങ്ങി. അന്നേരം വർത്താനം പറയുകയല്ലെന്ന് പറഞ്ഞാൽ തൊണ്ണ കിഴിച്ചുകൊണ്ട് മൂക്കിൽ കൂടെ ട്യൂബിൽ കൂടി ആ ഭക്ഷണമൊക്കെ കൊടുത്തോണ്ടിരുന്നത്. പിന്നെ ട്യൂബ് എടുത്തു, മൂക്കിലെ ട്യൂബ് എടുത്തു, മൂത്രം ഒഴിക്കുന്ന ആ ട്യൂബ് എടുത്തു. എല്ലാ രീതിയിലും എല്ലാ സൗഖ്യവും നമുക്ക് തന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരന് പിന്നെ വർത്താനം പറയുകയല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടായിനെ ഞാൻ വർത്താനം പറയിപ്പിക്കുമെന്ന് പറഞ്ഞു. അമ്മയും പറഞ്ഞു, എൻ്റെ കൊച്ചു വർത്താനം പറഞ്ഞോളും, എൻ്റെ കൊച്ചിനെ അതിനു വേണ്ടി ഞാൻ ഉടമ്പടി എടുത്താക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ ഉടമ്പടി തൈല ആ തൊണ്ണക്കുഴിയിൽ തൂത്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്നാ പറയാ, ഒരു ദിവസം ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞപ്പം പുള്ളിക്കാരൻ അങ്ങ് റിയാക്റ്റ് ചെയ്തപ്പോൾ സൗണ്ട് വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അമ്മേ, ഭയങ്കര അത്ഭുതം, എന്നാണ് റിയാക്റ്റ് ചെയ്തല്ലോ, ആൾ വർത്താനം പറയാൻ തുടങ്ങിയല്ലോ, അത് ഒരു അത്ഭുതം തന്നെ, ഇനി വർത്താനം പറഞ്ഞോളൂ അമ്മേ, തൊണ്ണക്കുഴി ഉണങ്ങിക്കോളൂ, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ രീതിയിലും ഞങ്ങൾക്ക് ഒരുപാട് പിന്നെ എല്ലാം പതുക്കെ അമ്മ, എടി, അപ്പൂസേ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അന്നേരത്തിന് ഞങ്ങൾക്ക് പക്ഷേ ആൾക്കാരെ പിന്നെ ഒരു ഓർമ്മക്കുറവായിരുന്നു. ഓർമ്മയെന്ന് പറഞ്ഞാൽ തീരെ ഓർമ്മയില്ലായിരുന്നു. പിന്നെ അമ്മ എപ്പോഴും ആ ഉപ്പ് ചോറിനകത്തും ഒക്കെ ഇട്ട് കൊടുക്കും. തൈലം തൂത്ത് എപ്പോഴും എന്നാണേലും എന്നാണെ ആ ചൈതന്യം പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളി നല്ല നന്നായിട്ട് പച്ചവെള്ളം പോലെ വർത്താനം പറയാൻ തുടങ്ങി. പതറിച്ച ഉണ്ടെന്നോ ഉള്ളൂ, ഓപ്പറേഷൻ ചെയ്തതിൻ്റെ തൊണ്ണക്കുഴിയിൽ ഒരു പതറിച്ച മാത്രം ഉണ്ടെന്നോ ഉള്ളൂ. വേറെ നമുക്ക് പറയുമ്പം ഓർക്കും എന്നാണേലും സീരിയസ് ആയിട്ട് പറയാം. പക്ഷേ തൊണ്ണയിൽ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഒരു പതറിച്ച മാത്രമേ ഉള്ളൂ. വർത്താനം പറയുന്നത് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ പുള്ളിക്കാരൻ നടക്കുകയില്ലായിരുന്നു, നടക്കാൻ കാലിന് അതോടുകൂടി ഭയങ്കര പാടായിരുന്നു. പിന്നെ എപ്പോഴും അമ്മ കാലയിൽ എണ്ണ തൂക്കുമായിരുന്നു, തൈലം തൂത്ത് കഴിയുമ്പം. അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ പതുക്കെ എൻ്റെ തോളയിൽ പിടിച്ച് അമ്മയും ഞാനും എൻ്റെ കെട്ടിയവൻ്റെ അനിയനുണ്ട്, അനിയനോടും കൂട്ടി തോളെ ഇട്ട് കൈ 2 തോളയിട്ട് നടത്തുമായിരുന്നു. നടത്തി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശ്വാസം മുട്ടും, ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ കിതച്ച് അന്നേരത്തിന് ഇരുത്തും. എന്നാലും ആ ഭാഗത്തു നിന്നെല്ലാം നല്ല മാറ്റം തന്നു. പിന്നെ എന്നാ പറയുക, എല്ലാ രീതിയിലും പിന്നെ അങ്ങ് എങ്ങനെയാണ് നടന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പിന്നെ വാക്കറെ പിന്നെ പിടിച്ച് പതുക്കെ നടത്താൻ തുടങ്ങി. ആദ്യം വീൽ ചെയറിലായിരുന്നു, അത് കഴിഞ്ഞ് വാക്കർ പതുക്കെ എനിക്ക് പ്രതീക്ഷാഭവനിൽ നിന്ന് എൻ്റെ ജോസ്മാത്തി അച്ഛൻ, ഞാൻ അവിടെ പ്രതീക്ഷാഭവനിൽ ഈ രോഗികളെ നോക്കുന്ന രോഗികളുടെ കൂടെ താമസിച്ച ഒരാളാണ് ഞാൻ. എനിക്കും രോഗമുണ്ട്, എനിക്ക് ഷുഗറും അപസ്മാരവും ഉള്ളതാണ്. എന്നെ എല്ലാം അറിഞ്ഞു വന്ന് എന്നെ കെട്ടിയ ഒരാളാണ്. അന്നേരം പുള്ളിക്കാരൻ എന്നെ നോക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ പുള്ളിക്കാരനെ നോക്കേണ്ട ഒരവസ്ഥ എനിക്ക് വന്നെത്തി. പക്ഷേ ഞാനത് പൂർണ്ണമായിട്ടും
പൂർണ്ണമായിട്ട് സ്വീകരിച്ച് ഞാനത്. എൻ്റെ ചേട്ടനെ എനിക്ക് നോക്കി രക്ഷപ്പെടുത്തണം. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു സന്തോഷം എനിക്ക് ആ പുള്ളിക്കാരനെ എൻ്റെ കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരനെ ഞാൻ അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷയോടെ കെട്ടിയ ആളെ ഞാൻ അതുപോലെ തന്നെ നോക്കി ഇത്ര നടത്താനും പറ്റി. എനിക്ക് എൻ്റെ മാതാവിന് എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും തീരുവല്ല. അതുപോലെ തന്നെ എനിക്ക് വീടില്ല. ഞങ്ങളുടെ തറവാട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് പപ്പയുടെ അനിയൻ വന്ന് പറഞ്ഞു 2 ലക്ഷം രൂപ തന്നാൽ നിങ്ങൾ മാറിക്കണം. എന്നിട്ട് നമുക്ക് ആശുപത്രി കേസൊക്കെ വന്നപ്പം ഭയങ്കര ചിലവുകളായിരുന്നു. അന്നേരം ആ 2 ലക്ഷം രൂപ ഒന്നിലും ആയില്ല. അന്നേരം ഞങ്ങൾ ആ തറവാട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നു. തറവാട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം പിന്നെ ഒരു വാടക വീട്ടിലോട്ടാണ് പോകേണ്ട വന്നു, ഈ വയ്യാത്ത മനുഷ്യനെയും വെച്ചോണ്ട്. പക്ഷേ ആ വയ്യാത്ത മനുഷ്യനെയും വെച്ച് ഞങ്ങൾ വാടക വീട്ടിൽ പോയി. ഒരുപാട് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഒരു വീട് കിട്ടാനുള്ളത് ഇനി അമ്മ ഉടമ്പടിയുടെ നിയോഗം എഴുതണമെന്ന് പറഞ്ഞു. അമ്മ അതുപോലെ തന്നെ വീടിനെഴുതി പിറ്റേ മാസം തന്നെ ഞങ്ങൾക്ക് വാഴവര പള്ളിയിൽ നിന്ന് ഞാൻ ചെന്നു. പള്ളിയിൽ ചെന്ന് പറഞ്ഞു, എനിക്കിങ്ങനെ വീടും സ്ഥലമില്ല, എൻ്റെ കെട്ടിയവന് വയ്യാത്ത, എനിക്ക് 2 മക്കളുണ്ട്. അന്നേരം എനിക്ക് ഒരു സെൻറ്റ് 2 സെൻറ്റ് സ്ഥലം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിനെന്നാ കുഞ്ഞെ, ഇവിടെ 10 സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട്, കുഞ്ഞിന് 5 സെൻറ്റ് നിനക്ക് തന്നാക്കാമെന്ന് പറഞ്ഞു. ആ സ്ഥലം എനിക്ക് കിട്ടിയെന്ന് തന്നെയല്ല, മിഷൻ ആശുപത്രി ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല വീട്, എത്ര പറഞ്ഞാലും തീരുവല്ലത്, ഒരു നല്ല ടൈലിട്ട നല്ല സുന്ദരമായ ഒരു 2 റൂമും അടുക്കളയും ഹാളും എല്ലാം ഉള്ള ഒരു വീട് തന്നു. ശാസനപത്രം എല്ലായിടത്തും അമ്മ എൻ്റെ കയ്യിലാണ് കൊണ്ടുവന്ന്, അമ്മയും ഞാനോടെയും ഒരുപാട് സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. കൃപാസന പത്രം എനിക്ക് പറ്റുന്ന പോലെ എല്ലാ വീടുകളും കയറി ഇറങ്ങി ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കാരുണ്യ പ്രവർത്തനം ചെയ്യാനായിട്ട് ഒത്തിരി പൈസ ഒന്നുമില്ല, എന്നാലും ഉള്ള പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് പറ്റുന്ന പോലെ നമ്മുടെ അവിടെ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്, അവിടെയൊക്കെ പോയി അമ്മയും പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് എല്ലാവരെയും. എല്ലാവരും ഞങ്ങളെയാണ് ഒരുപാട് സഹായിച്ചേക്കുന്നത്. അവർക്കും മാതാവിനും 1000 നന്ദി. മാതാവിന് നന്ദി. കോമാ സ്റ്റേജിൽ കിടന്ന് ഞാൻ കോമാ സ്റ്റേജിൽ കിടക്കുമായിരുന്നു. ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ഈ 3-8 മാസമായുള്ളൂ. ഈ വാക്കുകളിലാരുടെ സഹായില്ല നടക്കാൻ തുടങ്ങിയിട്ട്. അതിനൊന്നും മാതാവിനോട് 100 നന്ദി പറയുന്നു. സങ്കീർത്തനം 86 10-ാം തിരുവചനം അരുളി ചെയ്യുന്നു, എന്തെന്നാൽ അങ്ങ് വലിയവനാണ്, വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു, അങ്ങ് മാത്രമാണ് ദൈവം. ഓരോ ദിവസവും കൃപാസനാൾത്താരയിൽ പറയുന്ന അനുഭവ സാക്ഷ്യങ്ങൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ട് ദൈവം എങ്ങനെ ഓരോ കുടുംബത്തിലേക്ക് അവരുടെ ജീവിതം അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന നിമിഷങ്ങളിലേക്ക് ദൈവിക സാന്നിധ്യം കടന്നു ചെല്ലുന്നത്, അതാണ് തിരുവചനങ്ങളിലൂടെ ഇപ്പോൾ നാം ശ്രവിച്ചത്. അങ്ങനെ തൻ്റെ ഹസ്ബൻഡിൻ്റെ അനുഭവം, ആ മകൻ 15 ദിവസം വെൻറ്റിലേറ്ററിൽ കോമാ സ്റ്റേജിൽ കിടന്ന മകനാണ്. പിന്നീട് സാക്ഷ്യത്തിൽ ഓരോന്നും വ്യക്തമാണ്. എങ്ങനെ ഇവിടെ വരെ വന്ന് ഇന്ന് ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാനൊക്കെ ഈ മകന് സാധിക്കുന്നു. ഓരോ അവസ്ഥയിലും തൻ്റെ കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. അത് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം, പിന്നീട് തനിക്ക് വന്ന ഓരോ മാറ്റങ്ങളിലും അത്ഭുതവഹമായ ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് ഈ കുടുംബം ഒന്നിച്ച് കാണുന്നത്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അങ്ങ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. 23-ാം സങ്കീർത്തനം 4-ാം തിരുവചനമാണ്. ജീവിതത്തിലെ തങ്ങളുടെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ അത് ഇന്ന് തിരുവൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ തിരുനടയിൽ, അമ്മയുടെ മാധ്യസ്ഥതയിൽ പുതുജീവിതത്തിലേക്ക് താൻ കടന്നു വന്നതിൻ്റെ സാക്ഷ്യം ആണ് ഇവിടെ നമ്മോടിപ്പോൾ ഈ മകൻ്റെ ഭാര്യയെ പങ്കുവയ്ക്കുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. ഞാൻ എൻ്റെ ഭർത്താവിന് ലഭിച്ച രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഇവിടെ നിൽക്കുന്നത്. ഓണത്തിൻ്റെ സെപ്റ്റംബർ മാസത്തിൽ ആൾക്കൊരു പനി വരികയും അതിനോടനുബന്ധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അതിലെടുത്ത എക്സ്റേയിൽ ലങ്സിലൊരു തടിപ്പുണ്ടെന്ന് പറഞ്ഞു. അത് 3 പ്രാവശ്യം എക്സ്റേ എടുത്തിട്ടും അത് ആവർത്തിച്ച് കണ്ടപ്പോൾ അവർ CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. CT സ്കാൻ എടുത്തപ്പോൾ
ഒരു ട്യൂമറാണ്, 8 സെൻറ്റിമീറ്റർ ഉള്ളൊരു ട്യൂമറുണ്ട് ലങ്സിലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ, ലങ്സിലെന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചു, എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ബയോപ്സിക്ക് എടുക്കണമെന്ന് പറഞ്ഞു. ബയോപ്സിക്ക് എടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് ചേട്ടൻ പറഞ്ഞു ഇവിടെ വന്ന് അച്ഛനെ കാണണം എന്നാണ് പറഞ്ഞത്. അതിന് മുന്നേ ഞങ്ങൾ 2020 ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല, അങ്ങനെ പ്രാർത്ഥിച്ച് പോയിട്ടേ ഉള്ളൂ. അത് എൻ്റെ ഒരു രോഗത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളുടെ ഇടവക വികാരി പറഞ്ഞത് പ്രകാരം നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ച് പോവുക ചെയ്തത്. അപ്പം അതിനുശേഷം എനിക്ക് എന്നും ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തന്നെ വരാനായിട്ട്, അപ്പോൾ ആൾ പറഞ്ഞു നീ പൊക്കോ, ഞാൻ ബസ് കയറുന്നിടത്ത് ആക്കി തരാം, ഉടമ്പടിയൊക്കെ എടുത്ത് പോരേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് വരാനായിട്ടുള്ളൊരു മടി അന്ന് മുതലുണ്ടായിരുന്നു. അങ്ങനെ ഈ പനി വന്ന സമയത്ത്, ഹോസ്പിറ്റലായിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകണം, പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഉടമ്പടി എടുക്കണതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 22-ാം തീയതി കഴിഞ്ഞ മാസം ഒക്ടോബർ 22-ാം തീയതി ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും നവംബർ 1-ാം തീയതി അച്ഛനെ കണ്ട് ബയോപ്സിക്ക് മുന്നായിട്ട് അച്ഛനെ കണ്ടിട്ട് ബയോപ്സി എടുക്കാൻ പോകുള്ളൂ എന്ന് പറഞ്ഞ് അച്ഛനെ കണ്ട് ഇവിടെ വന്ന് അച്ഛൻ തൈലം പൂശി പ്രാർത്ഥിച്ച് ഒരു ലോക്കറ്റ് കൊടുത്തു. ആ ലോക്കറ്റ് കൊന്തയിലിട്ട് ബയോപ്സി എടുത്തു. ബയോപ്സിയുടെ റിസൾട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം, അമ്മേ മാതാവേ നിന്നെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങൾ മാറ്റണമെന്നും മാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ബയോപ്സി റിസൾട്ടിൽ വേറെ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഇത് സർജറി ചെയ്യണം, ഇത് എടുത്ത് കളയണം, ഇത് വളരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളെ സംബന്ധിച്ച് ഭയങ്കര പേടിയാണ്. എല്ലാ ഓപ്പറേഷനൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. പ്രഷർ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന ആൾ, 200-110 BP. ഒത്തിരി വർഷങ്ങളായിട്ട്, ഒരു 21 വർഷമായിട്ട് BP മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. 190-100 അതൊന്നും വിട്ടിട്ട് BP ഒരിക്കലും കുറയില്ല. ഒരു ECG ഒരിക്കലും ഒരു കറക്റ്റായിട്ട് കിട്ടാറില്ല. ECG എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ എക്കോ എടുക്കണമെന്ന് ആവശ്യപ്പെടും. എന്നുവെച്ചാൽ ECGയിൽ എപ്പോഴും വേരിയേഷൻ ആയിരിക്കും. അങ്ങനെയുള്ളൊരു സമയത്ത് ഇവിടുന്ന് അച്ഛനെ കണ്ടു പോയതിന് ശേഷം ആൾക്ക് എവിടുന്നോ പ്രത്യേക ഒരു ധൈര്യം, ഒരിക്കലും നമ്മൾ കാണാത്ത ഒരു മുഖഭാവമാണ് ആൾക്ക്. പിന്നെ ECG എടുക്കാനായിട്ടൊക്കെ നമ്മൾ നിർബന്ധിച്ച് അങ്ങോട്ട് കയറ്റി വിടണം, പക്ഷേ ഒരിക്കലും ഒരു കറക്റ്റായിട്ടുള്ളൊരു ECG ആൾക്ക് കിട്ടാറില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയതിന് ശേഷം ECG എടുത്ത് എക്കോ എടുത്ത് ഒന്നിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് സർജറിക്ക് അതിൻ്റെ ഫിറ്റ്നസ് വേണം. അതിന് ശേഷം അപ്പം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തേണ്ട ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള ഒരു ടിഷ്യൂ എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, രണ്ടും കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ പോരേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് മതിയെന്ന് പറഞ്ഞ് മാതാവിന് നന്ദി പറഞ്ഞ് ഓപ്പറേഷന് പോയി. അങ്ങനെ ഈ നവംബർ 22-ാം തീയതി സർജറി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 18 ദിവസമായിട്ടുള്ളൂ സർജറി കഴിഞ്ഞിട്ട്. അതിനുശേഷം ബയോപ്സിക്ക് എടുത്തു. ആ റിസൾട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ആയി പോരാനായിട്ട് നിൽക്കുമ്പോഴാണ് ബയോപ്സിയുടെ റിസൾട്ട് കിട്ടണത്. അതിൽ വീണ്ടും ഒരു ടെസ്റ്റിന് പറഞ്ഞു. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അതിനു മുന്നേ ഓപ്പറേഷൻ്റെ സമയത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് ICUയിലേക്ക് ആക്കി അന്ന് വൈകുന്നേരം ആൾക്കൊരു ബ്ലീഡിങ് ഉണ്ടായിട്ട് വീണ്ടും തിയേറ്ററിലേക്ക് റീഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു. റീഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല, എന്തിനാണെന്നുള്ളത് മനസ്സിലായില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 1.5 ലിറ്റർ ബ്ലഡ് പോയിട്ടുണ്ട്, ഒന്നോടെ OTയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ICUയിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ തൈലം പൂശി വിശ്വാസപ്രമാണം ചൊല്ലി ചേട്ടൻ ധൈര്യമായിട്ട് പൊക്കോ, ഒന്നും വരില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി. അവിടെ നിന്ന് പോന്ന് 1.5 മണിക്കൂർ ഡോക്ടർ തിരിച്ച് വന്നിട്ട് പറഞ്ഞു 1.5 മണിക്കൂർ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടും ഒരു തുള്ളി ബ്ലഡ് പോലും കണ്ടില്ല, ഒരു വെയിനിൽ നിന്ന് പോലും ഒരു തുള്ളി ബ്ലഡ് കണ്ടില്ല എന്ന് പറഞ്ഞു. അമ്മ മാതാവിൻ്റെ തൈലത്തിൻ്റെ ആ ശക്തി, മാതാവിൻ്റെ ഇടപെടലുമാണ് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. തൃശ്ശൂർ അമല ഹോസ്പിറ്റലായിരുന്നു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ വരാന്തയിൽ മുട്ടുകുത്തി നിന്ന് അവിടെ ചാപ്പലിൽ ജപമാല നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 5ാമത്തെ രഹസ്യം ചൊല്ലുന്ന സമയമായിരുന്നു. ഞാൻ അവിടെ 2 കൈ വിരിച്ച് ആ വരാന്തയിൽ മുട്ടുകുത്തി നമ്മെ മാതാവ് ഇനി എൻ്റെ കയ്യിൽ ഞാൻ ഒന്നും മാതാവിനോട് ആവശ്യപ്പെടുന്നില്ല, മാതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഈ മകനിൽ ചെയ്തോ, ഞാൻ ഒന്നും ഇനി ആവശ്യപ്പെടില്ല, അത്ര എന്നെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ആളുടെ രോഗത്തിൻ്റെ വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിച്ചില്ല. എന്നെ ഈ അൾത്താരയിൽ, നീ ജീവനോടെ പ്രതീക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്താനുള്ള ഭാഗ്യം കൃപ എനിക്ക് തരണമേന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഈ 2 മാസത്തിനോടുള്ള 5ാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ വരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലാക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ വന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴും ലാസ്റ്റ് ബയോപ്സിയുടെ ഫൈനൽ റിസൾട്ട് കിട്ടിയിട്ടില്ല. 14-ാം തീയതിയാണ് ആ റിസൾട്ട് കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞു 25-ാം തീയതി
തിരുക്കുമാരൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്നതിന് മുന്നേ ആയിട്ട് എനിക്കിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള ഭാഗ്യം നീ തരണമേ മാതാവേ, കൃപ തരണമേ. ഇനി സാക്ഷ്യപ്പെടുത്താൻ ചേട്ടനെയും കൊണ്ടല്ലാണ്ട് ഒറ്റയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരില്ല എന്ന് മാതാവിനോട് തീർത്ത് പറഞ്ഞ് വാശി പിടിച്ച പോലെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. അങ്ങനെ 14-ാം തീയതി റിസൾട്ട് മേടിക്കാനായിട്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി അവിടെ ഇരുന്നു. ഈ റിസൾട്ട് മേടിച്ച് കിട്ടി. എനിക്കിത് ഞാൻ പറഞ്ഞു ഡോക്ടർ അല്ലാണ്ട് ഞാനിത് തുറന്ന് നോക്കില്ല. ഡോക്ടറെ അടുത്ത് കാണിച്ചു. ഡോക്ടർക്ക് റിസൾട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എക്സ്റേ കണ്ടപ്പോൾ സന്തോഷമായി. ഒന്നുമില്ല, ഈ അസുഖത്തെ തുടർന്ന് ഇനി ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെയും ആവശ്യമില്ല. സാധാരണ കഴിക്കുന്ന മരുന്നുകൾ മാത്രം മതി. വേറെ ഇതേ തുടർന്ന് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഇനി ഇതിനെ തുടർന്നുള്ള ഒരു ആവശ്യമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അടുത്ത മാസം ഒരു എക്സ്റേ എടുത്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഇതിനെ മറന്നു കളഞ്ഞേക്ക് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ആ ഉടമ്പടി എങ്ങനെ കൃത്യമായി പാലിക്കാമെന്ന് മാത്രം, രോഗവും ബാക്കിയുള്ള സൗഖ്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഞാൻ ഉടമ്പടിയിൽ എന്തെങ്കിലും കുറവ് വരുത്തുണ്ടോ എന്ന് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. ഇവിടെ ഈ സാക്ഷ്യപ്പെടുത്തുന്നത് മാത്രം ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നു. ഡോക്ടറെ അടുത്ത് പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ സാക്ഷ്യം എഴുതി ഞാൻ എൻ്റെ ബൈബിളിൽ ഞാൻ സൂക്ഷിച്ചു. എന്താണ് ഞാൻ ഇന്ന് പറയേണ്ട സാക്ഷ്യം? ഞാൻ 13-ാം തീയതി രാത്രി 10 മണിക്ക് ഞാൻ എഴുന്നേറ്റിരുന്ന് ഞാൻ സാക്ഷ്യം കേൾക്കും. എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. അച്ഛൻ്റെ ടോക്ക് കേൾക്കും, എല്ലാ സാക്ഷ്യങ്ങളും. അപ്പം ഞാൻ രമ്യ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ സാക്ഷ്യം ഒരിക്കൽ കേട്ടു. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ അവൾ പോണേട്ടി മുന്നേ സാക്ഷ്യം ഇത് അനുഭവം കിട്ടുന്നേട്ടി മുന്നേ അവൾ സാക്ഷ്യം എന്താ പറയണത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സാക്ഷ്യം എഴുതി വെക്കാനായിട്ട്. അപ്പം മാതാവ് എൻ്റെ മനസ്സിൽ 25-ാം തീയതിക്ക് മുന്നേ എന്നുള്ളൊരു ഡേറ്റാണ് എനിക്ക് കാണിച്ചു തന്നത്. അപ്പം ഞാൻ അത് പ്രകാരം ഞാൻ ഈ തിങ്കളാഴ്ച ഇന്ന് സാക്ഷ്യം പറയുന്നതായിട്ട് ഞാൻ എൻ്റെ ബൈബിളിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സാക്ഷ്യം അത് എന്താണ് പറയേണ്ടത് ഞാൻ അതിനകത്ത് എഴുതി വെച്ചു. ഈ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഈ 11 ദിവസം ഞാൻ എൻ്റെ ഉടമ്പടി തെറ്റിക്കാതെ ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുത്തു. ഞാൻ രാവിലെ 5:30 പ്രതീക്ഷീകരണ പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും എല്ലാം ഹോസ്പിറ്റലിൽ ആ റൂമിലിരുന്ന് ഞാൻ എല്ലാം കൃത്യമായിട്ട് ചെയ്തു. എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് ചെയ്തു പോന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയാണെങ്കിലും ഞാൻ ഞങ്ങളുടെ അടുത്തൊരു ആകാശപ്പുറ ആശ്രമമുണ്ട്, അവിടെ പോയിട്ട് അവർക്ക് അധികമൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റൽ കേസായിരുന്നു. കുറച്ച് ദിവസമാണ് ഞാൻ വീട്ടിൽ നിന്നിട്ടുള്ളൂ. പിന്നെ പൊതിച്ചോറുണ്ടാക്കി നമ്മൾ ടൗണിൽ കൊണ്ടു കൊടുക്കുക, പത്രം മേടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുക, വായിക്കണം എന്ന് പറഞ്ഞ് അവർക്ക് രോഗസൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞ്. ആദ്യത്തെ മാസം എനിക്ക് അറിയില്ലായിരുന്നു, ഓരോരുത്തർക്ക് കൊടുത്തിട്ട് പോന്നു. പിന്നെ വഴിയിലൊക്കെ കിടന്നു 2-3 പത്രം എനിക്ക് കിട്ടി. അതിനുശേഷം തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ കിടന്ന് 3 പത്രം എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് ഞാൻ വേറെയുള്ള ആൾക്കാർക്ക് കൊടുത്തപ്പോൾ ഞാൻ ഇനി ഇത് വായിക്കണം, കളയരുത് കേട്ടോ, വേണ്ടെങ്കിൽ തിരിച്ചു തന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാവർക്കും പത്രം കൊടുത്തിട്ടുള്ളത്. ഈ റിസൾട്ട് മേടിക്കാനായിട്ട് പോകുന്ന ശനിയാഴ്ച രാവിലെ അച്ഛൻ്റെ 5:30 അനുഗ്രഹ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു ബയോപ്സിയുടെ റിസൾട്ട് മേടിക്കാൻ. എല്ലാ ദിവസവും ഞാൻ കേൾക്കുന്നതാണ് ബയോപ്സി റിസൾട്ട്, രോഗസൗഖ്യമൊക്കെ അച്ഛൻ പറയുന്നുണ്ടെങ്കിലും ഇന്ന് ബയോപ്സി റിസൾട്ട് മേടിക്കാൻ പോകുന്നവർ സന്തോഷിച്ച് ഉല്ലസിച്ച് ആഹ്ലാദിച്ച് തിരിച്ചു വരും. അങ്ങനെ ഒരു ഭാഷയാണ് അച്ഛൻ പറഞ്ഞത്. രോഗസൗഖ്യം ഉണ്ടാകുക അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ സന്തോഷിച്ച് റിസൾട്ട് മേടിക്കുന്നവർ തിരിച്ചു വരും. അത് കേട്ടാൽ ഭയങ്കര സന്തോഷത്തോടു കൂടി അത്രയും സമയം ഉണ്ടായിരുന്നവർ സങ്കടം മാറി സമാധാനത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ റിസൾട്ട് മേടിക്കാനായിട്ട് പോയത്. പിന്നെ എനിക്ക് ഉടമ്പടിയിൽ വെക്കാത്ത ഒരു അനുഭവം എനിക്കുണ്ടായത്, എനിക്ക് ഭയങ്കരമായിട്ട് വിയർക്കുന്ന ഒരു സ്വഭാവം. ഒരു 4-5 വർഷമായിട്ട് ഞാനിങ്ങനെ എപ്പോഴും വേനലിലായാലും വർഷത്തിലായാലും ഇപ്പം AC യിലായാലും എങ്ങനെയായാലും ഇങ്ങനെ ഭയങ്കരമായിട്ട് വിയർക്കും. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ശരീരം വിയർത്ത് വരും. എന്നെ കാണുമ്പോൾ ആൾക്കാർക്ക് തന്നെ അടുത്ത് നിൽക്കുന്നവർക്ക് തന്നെ അസ്വസ്ഥത തോന്നാൻ പാകത്തില്ല. ഞാൻ തന്നെ വിചാരിക്കും എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിക്കും. ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ ഈ വിയർപ്പിൻ്റെ ഇത് മാറിയത്. ഞാൻ എന്നും പ്രാർത്ഥിക്കും മാതാവേ എനിക്ക് നീ ഒരു കാണിച്ചു തരണമേ, നീ എന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കണ്ണടച്ച് നീ എന്തിനാ കൂടുതൽ അനുഭവം നിനക്ക്, നീ നിൻ്റെ ശരീരത്തിൽ തന്നെ അല്ല. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ എപ്പോഴും ഒരു തണവ് ഫീൽ ചെയ്യും. എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവമേ ഇല്ല. ഒരു പുതപ്പ് ദേഹത്തിടാൻ പറ്റില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ചുട്ടു നിറന്ന പോലെയായിരുന്നു. ഇപ്പം ഞാൻ അതിന് ശേഷം അങ്ങനത്തെ ഒരു വിയർപ്പ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇതുവരെ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അമ്മ മാതാവ് തന്ന പൂർണ്ണമായിട്ടുള്ള സൗഖ്യമാണെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി അവസാനിപ്പിക്കും. എഫെസർക്കെഴുതിയ ലേഖനം 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഷെബി ദിലീപ് എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും കർത്താവിൻ്റെ ഈ തിരുവെളുത്താരയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ കൃപാസന മാതാവ് വഴി ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരന് ഉണ്ടായ ലങ്സിൻ്റെ രോഗവും
ഓപ്പറേഷനും അത് ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറാവുന്ന സാഹചര്യങ്ങളും ഓപ്പറേഷന് ശേഷമുണ്ടാവുന്ന ബ്ലീഡിങ്ങും, എന്നാൽ വീണ്ടും അത് സർജറിക്ക് വേണ്ടി കയറ്റുമ്പോൾ ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ കാണപ്പെടുന്ന അവസ്ഥയും, ഓരോ തവണയും പരിശുദ്ധ കൃപാസന മാതാവിൽ ശരണപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥന, ഉടമ്പടി തൈലം ഉപയോഗിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ സൗഖ്യവും സംരക്ഷണവും തേടി പ്രാർത്ഥിച്ചിരുന്ന മണിക്കൂറുകൾ, അമ്മയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണ രോഗവിമുക്തിക്ക് വേണ്ടി കാത്തിരുന്ന ദിവസങ്ങൾ, ഡിസംബർ 25 മുമ്പ് സാക്ഷ്യപ്പെടുത്തുവാനാവും വിധം അത് സൗഖ്യമാക്കി തരണമേ എന്ന് ഡേറ്റിട്ട് പ്രാർത്ഥിച്ച കുടുംബത്തിൻ്റെ പ്രത്യേകത, അതോടൊപ്പം ഡെയിലി ബ്രെഡ് എന്ന അച്ഛൻ്റെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ ബയോപ്സിയിൽ യാതൊരു കുഴപ്പവുമില്ല, സന്തോഷത്തോടെ തുള്ളിച്ചാടി വരുമെന്ന സന്ദേശത്തെ കുടുംബത്തിനുള്ള സന്ദേശമായി എടുത്തുകൊണ്ട് പോയി ബയോപ്സി റിസൾട്ട് വാങ്ങുമ്പോൾ അത് പൂർണ്ണ സൗഖ്യം പ്രദാനം ചെയ്തതിൻ്റെ സന്തോഷം ഒക്കെ സഹോദരി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് സഹോദരി സംസാരിക്കുന്നത്. ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ജീവിച്ചു, പ്രാർത്ഥനകൾ നന്നായി തന്നെ നിലനിർത്തി മുന്നോട്ട് ജീവിതം കൊണ്ടുപോയി. ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ, പ്രത്യേകിച്ച് ഉടമ്പടി തൈലവും കാശ്രൂപവും ഉപ്പും ജീവിതത്തെ നന്നായി സൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ഉപയോഗത്തിലൂടെ ഇത് സൗഖ്യത്തിന്, സമാശ്വാസത്തിന്, ജീവിതത്തെ കൂടുതൽ ദൈവിക സംരക്ഷണത്തിന് സമർപ്പിക്കുന്നതിന് കാരണമാകുന്ന പ്രത്യാശയോടുകൂടി അത് മുന്നോട്ട് പോയി. അമ്മ മാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ സമയത്തിനുമേൽ അധികാരമുള്ള അമ്മയുടെ സംരക്ഷണം തേടിക്കൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോട് സമയം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സഹോദരിയുടെ രീതി, അതോടൊപ്പം തന്നെ അച്ഛൻ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ രാവിലെ നൽകിയ സന്ദേശം, അത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്, ഞങ്ങൾ നൽകിയിരിക്കുന്ന ആ പരിശോധനയുടെ റിസൾട്ട് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി ലഭിച്ച സന്ദേശമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി അത് നേടുകയും അത് അനുഭവമായി തീരുകയും ചെയ്യുന്നതിൻ്റെ സന്തോഷം, ഇതെല്ലാം സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അതോടൊപ്പം സഹോദരിക്ക് ലഭിച്ച ആ ശാരീരികമായ വിയർപ്പിൻ്റെ വിഷയങ്ങളും ചൂടേൽക്കുമ്പോഴുള്ള പ്രയാസങ്ങളും അത് മാറിക്കിട്ടിയതിനെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ തിരുനടയിലായിരിക്കുമ്പോൾ സംശയമില്ലാതെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. അമ്മ മാതാവ് സമയത്തിന് മേൽ അധികാരമുള്ളവളാണ്. അമ്മ മാതാവ് കണ്ണീര് കണ്ട് തിരുക്കുമാരനോട് കരം കൂപ്പി അനുഗ്രഹം നേടിത്തരുന്നവളാണ്. അമ്മ മാതാവ് ആപത്സന്ധികളിൽ രക്തം കണ്ടു തുടങ്ങുമ്പോഴാണ് വലിയ പ്രയാസത്തോടു കൂടി വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആ സഹോദരനെ കൊണ്ടുപോകുന്നത്. ആ ആപത്സന്ധികളിൽ തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി പരിഹാരമായി ആ ക്ലേശാവസ്ഥ മുഴുവനും മാറ്റിക്കൊടുക്കുന്നുണ്ട്. നമ്മളും ഉടമ്പടിയിലായിരിക്കുകയും നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ വിശ്വാസമാണ് പ്രത്യാശയോടുകൂടി നമ്മളെ നയിക്കേണ്ടത്. ചേച്ചി ഇടയ്ക്കൊന്ന് പറയുന്നുണ്ട്, അമ്മ മാതാവിനോട് മുട്ടുകുത്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട്, എന്ത് തീരുമാനമാണെങ്കിലും അമ്മയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്ന്. ആ ശരണപ്പെടലും സമർപ്പണവുമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉടമ്പടിയിൽ അനിവാര്യമായി ആവശ്യപ്പെടുന്നത്. ജീവിതത്തിൽ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ അമ്മ മാതാവ് അറിയാതെ, തിരുക്കുമാരൻ അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെന്ന ഉറച്ച വിശ്വാസമാണ് സഹോദരിയുടെ വാക്കുകളിലൂടെ നമ്മൾ കേൾക്കുന്നത്. ഈ ലഭിച്ച വലിയ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് അമ്മ മാതാവും തിരുക്കുമാരനും അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ പേര് ടിൻറ്റു. ഞാൻ കോട്ടയം തോട്ടയ്ക്കാട് അപ്രയും പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ജർമ്മനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ 2023 ഫെബ്രുവരി 6-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എടുക്കാനുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ, ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, നീ ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക്, അതിലൂടെ അമ്മ മാതാവ് നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ മീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പം പകുതി വഴി എത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നാണേലും പകുതി വരെ വന്നതല്ലേ എന്നോർത്ത് ഞാനിവിടെ വന്ന്
എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടെന്നോ എന്നോ എനിക്കറിയത്തില്ലായിരുന്നു. പലരോടും ചോദിച്ച് ഉടമ്പടി എടുക്കാനായി എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ എഴുതി. ജർമ്മൻ ലാംഗ്വേജ് ഭയങ്കര ടഫായിരുന്നു പഠിക്കാനായിട്ട്. B1 വരെ എങ്ങനെയൊക്കെ എത്തി. B2 എഴുതാനായിട്ട് ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു. അങ്ങനെ മാതാവിനോട് മുട്ടപ്പായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടമ്പടിയിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഞാൻ പാലിക്കാൻ തുടങ്ങി. അങ്ങനെ എന്നാ പറയുന്നത്, ഡേറ്റ് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. B2 2 പ്രാവശ്യം എക്സാം എഴുതിയിട്ടും പാസ്സായില്ല. അങ്ങനെ ഡേറ്റ് കിട്ടാനും ബുദ്ധിമുട്ടായി. ഞാൻ ആകെ നിരാശയിലായിരുന്നു ഒരു സമയത്ത്. ഒക്ടോബർ മാസം 2023 ഒക്ടോബർ മാസം ഞാൻ രാവിലത്തെ പ്രാർത്ഥന ചൊല്ലി കുറച്ച് നേരം ഒന്ന് മയങ്ങിയ സമയത്ത് ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു. അതായത് എൻ്റെ തൊട്ട് മുമ്പിൽ പകുതി രൂപവേ ഉണ്ടായിരുന്നുള്ളൂ, നെഞ്ചു വരെയുള്ള ഭാഗം. ഇതുവരെ ഞാൻ ഒരു ഫോട്ടോയിൽ പോലും ഇത്രയും സൗന്ദര്യമുള്ള അമ്മയെ കണ്ടിട്ടില്ല. മാതാവിൻ്റെ തലയിൽ കിരീടം ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത റോസപ്പൂക്കളായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. ആ ഒരു 2 മിനിറ്റ് കണ്ടത് ഞാൻ ഇപ്പം കണ്ണടച്ചാലും എനിക്ക് ആ രൂപം എൻ്റെ മുന്നിൽ തെളിയാറുണ്ട്. അങ്ങനെ പിന്നെ കൂടുതൽ എനിക്ക് വിശ്വാസമായി. അങ്ങനെ പിന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും ഭയങ്കര എളുപ്പമായിരുന്നു. എക്സാമിന് ഡേറ്റ് വിചാരിക്കുന്നതിന് മുമ്പേ നവംബർ 29 എക്സാമിന് ഡേറ്റ് കിട്ടി. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി എക്സാം എഴുതാനായിട്ട് പോയി. എക്സാം അവിടെ 2 മോഡ്യൂൾ എനിക്ക് കിട്ടാനുണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഒരു എക്സാം സെൻറ്ററിലും ഞാൻ ഇനി വരത്തില്ല. കാരണം അതുപോലെ പൈസ ചിലവായി, ഭയങ്കര പ്രയാസങ്ങളുമായി. ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച് ഉപ്പും ഞാൻ എക്സാം ഹോളിൽ കയറിയ വാതിലിൻ്റെ ഫ്രണ്ടിലും അതുപോലെ ഞാൻ എഴുതാനിരുന്ന ടേബിളിലും ഞാൻ വിതറിയിട്ട് ഞാൻ എക്സാം എഴുതാൻ തുടങ്ങി. എക്സാം എഴുതിയപ്പോഴേ എൻ്റെ കോൺഫിഡൻസ് പോയി. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസൊക്കെയാണ് വന്നത്. സ്പീക്കിങ്ങിനാണേലും ഇരുന്നപ്പം എനിക്ക് നല്ല രീതിയിൽ എനിക്ക് അവരോട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന്, ഞാൻ പള്ളിയിലൊക്കെ സ്ഥിരം പോകുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. അങ്ങനെ എനിക്ക് എങ്ങനെയും ഒന്ന് ജയിക്കണമെന്ന് കരുതി ഞാൻ എക്സാം എഴുതി ഡിസംബർ 1 തീയതിയാണ് നാട്ടിലോട്ട് തിരിച്ചു വരുന്നത്. അപ്പോഴേക്കും ഞാൻ അന്ന് തന്നെ ഓടി മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട്, പാറയിൽ പള്ളി, അവിടെ പോയി 25 ദിവസം ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനകളെല്ലാം മുടങ്ങാതെ ചെല്ലാൻ തുടങ്ങി. ബൈബിൾ അരമണിക്കൂറൊക്കെ വായിക്കുന്നത് ചുരുക്കമായിരുന്നു. പക്ഷേ അതൊക്കെ വായിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് 40-45 ദിവസം കഴിഞ്ഞേ വരുള്ളെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഫ്രണ്ട് യാദൃച്ഛികമായിട്ട് ഡിസംബർ 30 എന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, റിസൾട്ട് വന്നിട്ടുണ്ട്, നീ എത്രയും പെട്ടെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ റിസൾട്ട് നോക്കാൻ എനിക്ക് ഭയമായിരുന്നു. പക്ഷേ നോക്കിയല്ലേ പറ്റുള്ളൂ. അപ്പം മാതാവിൻ്റെ അടുക്ക പ്രാർത്ഥിക്കുന്ന ഒരു രൂപം വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി ഞാൻ എൻ്റെ ഫോൺ ഓപ്പൺ ചെയ്തപ്പോൾ 2 മോഡ്യൂളും ഞാൻ പാസ്സായി. കാരണം ഒരിക്കലും ഞാൻ എഴുതിയ എൻ്റെ കഴിവ് കൊണ്ടല്ല, കാരണം എഴുതിയ എനിക്കറിയാം ഞാനത് പാസ്സാകത്തില്ലെന്ന്. പക്ഷേ 2 മോഡ്യൂളും പാസ്സായി. അങ്ങനെ B2 എക്സാം പാസ്സായി. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഏജൻസിക്ക് റിസൾട്ടെല്ലാം അയച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ വിസയുടെ കാര്യങ്ങളെല്ലാം റെഡിയായി. വിസ വന്നു. ഒരു മാർച്ച് 12 തീയതി ചൊവ്വാഴ്ചയായിരുന്നു. അന്ന് ജർമ്മനിയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു, ഏജൻസിയിൽ നിന്ന്. എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന്, അതായത് ചൊവ്വാഴ്ച എനിക്ക് ഫോൺ വരുന്നു, വെള്ളിയാഴ്ച ഞാൻ ജർമ്മനിയിൽ എത്തണം, 18 മാർച്ച് എനിക്ക് ക്ലാസ് തുടങ്ങും, അതിനു മുമ്പായിട്ട് നീ എത്തണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എത്ര പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കും, പെട്ടെന്ന് ഓടി വരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലല്ലോ എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു, നിനക്ക് ഇവിടെ വന്ന് 6 മാസം കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ട്, അത് 18 തീയതി തുടങ്ങും, അതിന് മുമ്പേ നീ ഇവിടെ എത്തണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ മാതാവിൻ്റെ ഇഷ്ടമല്ലേ എന്നോർത്ത് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാ കാര്യങ്ങളും റെഡിയാക്കി. ഇവിടുന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതും. എനിക്കാണെങ്കിൽ ഒരു കൂട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ടെൻഷനായിരുന്നു. അവിടെ ചെന്നിട്ടും ലാംഗ്വേജിൻ്റെ പ്രോബ്ലത്തിൽ ഒത്തിരി നിരാശ അനുഭവിച്ചു. എങ്ങനെ പറയണം, ഒരു സെൻറ്റൻസ് പോലും പൂർത്തിയാക്കാനായിട്ട്. ജർമ്മൻ പഠിച്ചെന്ന് പറഞ്ഞാലും സെൻറ്റൻസ് പൂർത്തിയാക്കി പറയാനൊന്നും എത്ര പഠിച്ചവർക്കും പറ്റത്തില്ല. അവിടെ ചെന്ന് ഞാൻ ഒത്തിരി നിരാശപ്പെട്ടിട്ടുണ്ട്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ ചെല്ലുമ്പോഴും ഞാൻ ഉപ്പ് കരുതും. ഞാൻ ഉപ്പില്ലാതെ അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു കൊന്തയില്ലാതെ ഞാൻ എൻ്റെ റൂമിൻ്റെ പുറത്തിറങ്ങിയിട്ടില്ല. കൊന്ത വല്ലപ്പോഴുമൊക്കെ ചെല്ലുന്ന ഞാൻ ഒരു ദിവസം പോലും കൊന്ത മുടങ്ങിയിട്ടില്ല ഈ നിമിഷം വരെ. അതുപോലെ അങ്ങനെ അവിടെ ചെന്ന് ഒരു മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കവർ ചെയ്യണമെന്നാണ്. അപ്പം പ്രൊബേഷൻ പീരീഡ് ഉണ്ട്.
അപ്പം ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുൾമോ ഡിപ്പാർട്ട്മെൻറ്റിലാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാനവിടെ ജോലി ചെയ്യാൻ കയറുന്നതിന് തൊട്ട് മുമ്പ് 3 പേരെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അതായത് അവർക്ക് ലാംഗ്വേജ് ഇല്ല, അവർക്ക് അത്ര കോൺഫിഡൻസ് അല്ല എന്നും പറഞ്ഞ് ആ ഇൻചാർജ് അവിടുന്ന് അവരെ പറഞ്ഞു വിട്ടു. അപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ മൊത്തത്തിൽ ടെർമിനേറ്റ് ചെയ്തു. അടുത്തത് ഞാനാണ് അവിടെ കയറുന്നത്. അപ്പോൾ 4ാമത്തെ ആൾ ഞാനാണ്. അപ്പോൾ ഞാൻ മനസ്സ് വിചാരിച്ചു, അപ്പോൾ തീർച്ചയായിട്ടും ഇനി എന്നെയും ഇവർ പറഞ്ഞു വിടും, അതിലൊരു സംശയമില്ലെന്ന്. പക്ഷേ ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കാല് കുത്തുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ മാതാവിൻ്റെ ഉപ്പ് വാതിലിലിട്ടിട്ടാണ് ഞാൻ അകത്തേക്ക് കയറിയത്. അത് കഴിഞ്ഞിട്ട് ആ ഇൻചാർജ് ഇരിക്കുന്ന ടേബിളിൽ ഞാൻ ഉപ്പ് ആരും കാണാതെ, അതൊരിക്കലും അവിടെ നിന്ന് പോകത്തില്ല, ആ ഉപ്പ് ഇപ്പോഴും കാണുമായിരിക്കും. മാതാവിൻ്റെ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 1.5 മാസം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് കവർ ചെയ്യാനും പറ്റി. ആ ഇൻചാർജ് പറഞ്ഞു അവൾ കുഴപ്പമില്ല, അവൾ ബെറ്റർ ആകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2ാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ഞാൻ ഇതുപോലെ സ്വപ്നം കണ്ടു. ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നുള്ളത് ഞാൻ സ്വപ്നത്തിലൂടെ കാണുകയും ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ 3ാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിലും വീണ്ടും എത്തി. ആ 3ാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻചാർജ് പറയുന്ന പോലാണ് ഇനി എൻ്റെ എല്ലാ കാര്യങ്ങളും. അവിടെ നിന്നാണ് എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതുമല്ല. അപ്പോൾ എനിക്ക് 6 മാസം കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ട് അവിടെ. അപ്പം ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും പറഞ്ഞു, അവിടുത്തെ ഇൻചാർജ് പാവമാണ്, നിനക്ക് അവിടെ കിട്ടാൻ പ്രാർത്ഥിക്കാൻ. അങ്ങനെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയണം. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് അവിടെ കിട്ടി. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അവിടുത്തെ ഇൻചാർജിനും അവിടുത്തെ സ്റ്റാഫിനും എല്ലാം എന്നെ പ്രത്യേക കാര്യമായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 19-ാം തീയതി എൻ്റെ എക്സാമിന് ഡേറ്റ് കിട്ടി. ഞങ്ങൾ 7 പേരായിരുന്നു എഴുതാനുണ്ടായിരുന്നവർ. അപ്പോൾ ഞാൻ എക്സാം എഴുതാനായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ പ്രാക്ടിക്കൽ എക്സാമിനേഴ്സ് ഉണ്ട്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അവർ പ്രത്യേകം അവരാണ് എക്സാമിനറായിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് തൊട്ട് മുമ്പ് ഇതുപോലെ 6 മാസം മുമ്പ് എക്സാം എഴുതി. അത് 2 പ്രാവശ്യം എക്സാം എഴുതിയതും ഈ പുൾമോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന ഈ എക്സാമിനർ എനിക്കറിയാവുന്ന ഒരു കൊച്ചിനെ 2 പ്രാവശ്യം ഫെയിലാക്കിയതാണ്. അപ്പോൾ അവർ തന്നെയാണ് എനിക്ക് എക്സാമിനറായിട്ട് വരുന്നതെന്നാണ് മെയിൽ വന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് എക്സാമിൻ്റെ ഡേറ്റ് എത്തി. എനിക്ക് 10:30ക്കാണ് സമയം പറഞ്ഞിരുന്നത്. 10:30 ആയപ്പോൾ ഞാൻ ആ എക്സാമിൻ്റെ സെൻറ്ററിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പം ഞാൻ മാതാവിൻ്റെ ഉപ്പ് കരുതിയിരുന്നു. തൈലവും പൂശി എവിടെയും ഞാൻ ഇറങ്ങാറുള്ളൂ. അങ്ങനെ ആ ഉപ്പ് എക്സാം സെൻറ്ററിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഉപ്പിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കും. അടുത്ത് എൻ്റെ ഊഴമാണെന്ന് കരുതി അവർ വരുന്നതും പ്രതീക്ഷിച്ച് ഞാൻ നിൽക്കുമ്പം അവർക്ക് പകരം എന്താ പറയുന്നത്, ഞാൻ നിൽക്കുന്ന എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻചാർജാണ് അവിടെ എക്സാമിനറായിട്ട് വരുന്നത്. ആ ഹോസ്പിറ്റലിൽ ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു കാര്യമാണ്. അതെനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എനിക്ക് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിപ്പോയി. അങ്ങനെ എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യേ, ഞാൻ നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും ഉള്ളിലൊരു ഭയമായിരുന്നു, ദൈവമേ എന്തായിരിക്കും റിസൾട്ട്, എന്നാലും മാതാവിനെ കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഞാനങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അവരെന്നെ അകത്തേക്ക് വിളിച്ചു. അവരെന്നോട് പറഞ്ഞു നീ പാസ്സായെന്ന്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകുമെന്ന് പറഞ്ഞാൽ അത് ജർമ്മനിയിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, നേഴ്സുമാർക്ക് അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ അവർ പാസ്സായെന്ന് പറഞ്ഞിട്ട് എനിക്കത് വിശ്വാസമായില്ല. എന്നിട്ട് ഞാൻ വീണ്ടും ചോദിച്ചു ഇനി ഞാൻ കേട്ടതിൻ്റെ പ്രശ്നമാണോ എന്ന്. അപ്പോൾ പറഞ്ഞില്ല, നീ പാസ്സായെന്ന് പറഞ്ഞ് അവരെന്നെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ മാതാവ് തന്ന വിജയം എത്ര പറഞ്ഞാലും മതി വരാത്തതാണ്. അതുപോലെ തന്നെ ഞാനിവിടുന്ന് ഇത്ര ധൃതി വെച്ച് എന്തിനാണ് മാതാവിനെ കൊണ്ടുപോയതെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചായിരുന്നു. അതായത് ഒരു ചൊവ്വാഴ്ച വിളിച്ചിട്ട് പറഞ്ഞു വെള്ളിയാഴ്ച നീ ജർമ്മനിയിൽ എത്തണമെന്ന്. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പരാതി പറഞ്ഞിരുന്നു. പക്ഷേ അതെന്താണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. ആ അൻപാസിംഗ് എക്സാം എന്ന് പറയുന്ന എക്സാം ആ ബാച്ചോടെ നിർത്തി. അത് കഴിഞ്ഞിട്ട് കെൻറ്റനീസ് പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ അതിലും ഭയങ്കര ടഫായിട്ടുള്ളൊരു എക്സാമാണ് ഇനി അവിടെ നടക്കുകയുള്ളൂ. ഈ എക്സാം അതോടെ എൻ്റെ ബാച്ചോടെ നിർത്തി. ഇനി ഞാൻ അതിലും താമസിച്ചാൽ പോയിരുന്നെങ്കിൽ അതിനി കിട്ടുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. അതുമല്ല, ഈ എക്സാം 2 അറ്റംപ്റ്റേ നമുക്ക് തരുള്ളൂ. 2ാമത്തെ അറ്റംപ്റ്റിലും കിട്ടിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് നമ്മളെ നാട്ടിലോട്ട് പറഞ്ഞു വിടും. അമ്മ മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി ഉള്ള കുടുംബങ്ങളെയൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ അവിടുന്ന് എനിക്ക് കിട്ടുന്നതിൻ്റെ ഇതിൽ നിന്ന് സാമ്പത്തികമായിട്ട് നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് അവരുടെ ഭവനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. സർജറിക്ക് വേണ്ടി പൈസയ്ക്ക് ഓടി നടന്ന ഒരു അപ്പച്ചന് യാദൃച്ഛികമായിട്ട് ഞാൻ മമ്മിയെ എൻ്റെ വീട്ടിൽ രാവിലെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ അപ്പച്ചൻ വന്ന് മമ്മിയോട്
ഇച്ചിരി പൈസ ചോദിക്കുമായിരുന്നു. അപ്പോഴേക്കും ഞാനിങ്ങനെ കേട്ടു. അപ്പം ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഞാൻ പൈസ ഇട്ട് തരാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം വഴിയരികിലൊക്കെ വിശന്നിരിക്കുന്നവർക്കൊക്കെ എന്നാൽ കഴിയുന്ന പോലെ അവർക്ക് വേണ്ടത് ഞാൻ വാങ്ങിച്ചു കൊടുക്കും, ആഹാരം ഒക്കെ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ 3 ഫ്രണ്ട്സ് വഴി ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്ത് അവരിപ്പോൾ ഉടമ്പടിയിൽ ജീവിക്കുന്നുണ്ട്. പാടിൻ്റെ പുസ്തകം 15:2 കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. ടിൻഡു മാത്യു എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ജീവിതം നയിക്കുകയും വിദേശത്ത് പോകുവാനുള്ള പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ അമ്മ വഴി ലഭിച്ച അത്ഭുതകരമായ ഇടപെടലുകളെയും സംരക്ഷണത്തെയും വിജയത്തെയുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ പറയുന്നുണ്ട്, പരീക്ഷകൾക്ക് പഠിക്കുന്ന നാളുകളിൽ ഏറെ ക്ലേശത്തിലൂടെ കടന്നുപോയപ്പോൾ അമ്മ മാതാവ് മാത്രമാണ് അവസാനത്തെ പരീക്ഷയിൽ വേഗത്തിൽ ജയിക്കുവാൻ, നന്നായി ജയിക്കുവാനുള്ള എല്ലാ സാഹചര്യവും മകൾക്ക് ഒരുക്കി കൊടുത്തതെന്ന്. ഇത് 1-2 ദിവസത്തെ ഇടവേളയിലാണ് പെട്ടെന്ന് വിദേശത്ത് ജർമ്മനിയിൽ എത്തിച്ചേരുവാനായിട്ട് മകൾക്ക് അനൗൺസ്മെൻറ്റ് ലഭിക്കുന്നത്. സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഏറെ മനോവേദന അനുഭവിച്ചു. തിടുക്കപ്പെട്ടു പോകുവാനുള്ള കാരണമെന്തെന്ന് അവരോട് ചോദിക്കുകയും ചെയ്തു. എന്നാൽ മകൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ട്, അവിടെ ഉള്ള ഒരു ക്വാളിഫയിങ് എക്സാം അത് അവസാനത്തെ ടേണായിരുന്നു, അവസാനമായി നടത്തുന്ന സമയമായിരുന്നു മകൾ കയറി ചെന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ അത് ചെന്നില്ലായിരുന്നെങ്കിൽ അല്പം കൂടി ശ്രമകരമായൊരു പരീക്ഷയ്ക്ക് മകൾ അഭിമുഖീകരിക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് എത്ര സുന്ദരമായി, ഒരുപക്ഷെ ആ അനുഭവിക്കുന്ന ആദ്യ നാളുകളിൽ നമുക്ക് ക്ലേശകരമായിരുന്നെങ്കിലും അമ്മയുടെ വലിയ പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് മകൾക്കത് അന്ന് തിരിച്ചറിവില്ലായിരുന്നെങ്കിലും മകളെ ഇവിടുന്ന് കരങ്ങളിൽ കോരിയെടുത്ത് കൊണ്ടു ചെല്ലുന്നത് പോലെ ജർമ്മനിയിൽ എത്തിക്കുകയും ആ പരീക്ഷയ്ക്ക് വേണ്ടി മകളെ തയ്യാറാക്കുകയും ആ പരീക്ഷ പോലും ആദ്യ അറ്റംപ്റ്റിൽ സാധാരണ ജയിക്കാത്ത പരീക്ഷയെ ആദ്യ അവസരത്തിൽ തന്നെ ജയിക്കുവാനുള്ള കൃപ കൊടുത്ത് മകളെ സഹായിക്കുകയും ചെയ്യുന്നു. മകൾ പറയുന്നു, ആകെ 2 തവണ മാത്രമേ അത് എഴുതുവാൻ അവിടെ അവസരമുണ്ടായിരുന്നുള്ളൂ. 2ാമത്തെ തവണ എഴുതേണ്ടി വരുമായിരുന്നെങ്കിൽ കൂടുതൽ ഇനി അവസരമില്ലല്ലോ എന്നോർത്ത് കൂടുതൽ ആകുലപ്പെടുവാനും പ്രയാസങ്ങളിലേക്ക് പോകുവാനും സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നും ഉൾപ്പെടുത്താതെ അമ്മ മാതാവ്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, ഒരു നിമിഷം പോലും മകൾക്ക് പാഴാക്കി കൊടുക്കാതെ എല്ലാ കാര്യങ്ങളും വേഗതയിൽ ക്രമീകരിച്ചുകൊണ്ട് ആ പരീക്ഷകളൊക്കെ വിജയിക്കുവാനും സുരക്ഷിതമായി അവിടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനും സഹായിച്ചു. അതിൻ്റെ നന്മയും കരുണയും മകൾക്ക് ലഭിച്ചതിനെയാണ് ഈ അൾത്താരയിൽ മകൾ സാക്ഷ്യപ്പെടുത്തുക. അമ്മ മാതാവിലൂടെ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് കരഘോഷത്തോടുകൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ഈശോയ്ക്കും എൻ്റെ കൃപാസന മാതാവിനും ഒത്തിരിയേറെ നന്ദി. എൻ്റെ പേര് ആൻമരിയ ജോയ്. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കാഞ്ഞൂര് പാർപ്പുറ ഇടവകയിൽ നിന്നാണ്. 2018 ഞാൻ ആദ്യമായിട്ട് കൃപാസന മാതാവിനെ പറ്റിയും ഇവിടുത്തെ പ്രാർത്ഥനകളെ പറ്റിയെല്ലാം അറിയുന്നത്. അന്ന് ഞാൻ MCA 5th സെം പഠിക്കുന്ന സമയത്ത് എൻ്റെ പ്ലേസ്മെൻ്റ് എല്ലാം നടക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ പ്ലേസ്മെൻറ്റിനെ സമർപ്പിച്ചുകൊണ്ട് ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇടുകയും അന്ന് മുതൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തുടങ്ങുകയും ചെയ്തു. പ്ലേസ്മെൻറ്റിൻ്റെ ഇൻ്റർവ്യൂ ടഫായിരുന്നെങ്കിലും മാതാവ് അന്ന് എനിക്ക് ഇൻഫോസിസിൽ പ്ലേസ്ഡ് ആക്കി എന്നെ അനുഗ്രഹിച്ചു. പിന്നീട് അങ്ങോട്ട് മാതാവ് എൻ്റെ കൂടെ തന്നെ കൂടെയുണ്ട്. മാതാവിനെ ഞാൻ എപ്പോഴും വിളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. 2019 എനിക്ക് വിവാഹം ആലോചിച്ചു തുടങ്ങിയ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ വിവാഹ ജീവിതത്തെ പറ്റിയുള്ള ടെൻഷനും എല്ലാം കാരണം മാതാവ് എനിക്ക് അനുയോജ്യമായ ഒരു വരനെ നൽകി എന്നെ അനുഗ്രഹിക്കണമെന്നായിരുന്നു അന്ന് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ച നിയോഗം. അപ്പോൾ അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയ അന്ന് വന്ന പ്രപ്പോസലാണ് പിന്നീട് എൻ്റെ വിവാഹത്തിലേക്ക് എത്തുകയും മാതാവ് എന്നെ കലവൂർക്ക് മാതാവിൻ്റെ അടുത്തേക്ക് തന്നെയാണ് കൊണ്ടുവന്നെത്തിച്ചത്. അത് മാതാവ് എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയും ചെയ്യുന്നു. പിന്നീട് മാതാവിനോട് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച പല നിയോഗങ്ങൾ സാധിച്ചിട്ടുണ്ടെങ്കിലും ഈ കഴിഞ്ഞ സെപ്റ്റംബർ 22 ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കിയ സമയത്ത് വെച്ച 2 നിയോഗങ്ങളിൽ ഒന്നായിരുന്നു എൻ്റെ ഒരു 2ാമത്തെ കുഞ്ഞിന് സമയമാകുമ്പോൾ തന്നേക്കണേ മാതാവേ എന്നുള്ളതും. 2ാമത് ഞാൻ വെച്ച നിയോഗമായിരുന്നു, ഇപ്പം ഞാൻ കയറിയ ഓർഗനൈസേഷനിൽ കയറിയിട്ട് 1.5 കൊല്ലമായി. ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. അപ്പോൾ 1.5 കൊല്ലമായി. അപ്പോൾ ഹൈക്കും പ്രൊമോഷനും ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു ജോബ് ചേഞ്ച് നോക്കി തുടങ്ങാം
എന്നുള്ള രീതിയിൽ ഞാൻ രണ്ടാമത്തെ നിയോഗം വെച്ചു. അപ്പോൾ ഈ 2 നിയോഗം വെച്ച സമയത്ത് എനിക്ക് അറിയായിരുന്നു രണ്ടും ഒരുമിച്ച് എന്തായാലും സാധിക്കില്ല. കാരണം കുഞ്ഞിനെയാണ് മാതാവ് തരുന്നെങ്കിൽ ഞാൻ വേറൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എൻ്റെ ഇപ്പോഴത്തെ ഓർഗനൈസേഷനിലെ നോട്ടീസ് പീരീഡ് കഴിഞ്ഞ് പ്രൊബേഷൻ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രൊബേഷൻ പീരീഡൊക്കെ കഴിഞ്ഞ് ഒരു മെറ്റേണിറ്റി ലീവ് കിട്ടുക സാധിക്കില്ല. പക്ഷെ ഞാൻ നിയോഗം വെച്ച സമയത്ത് ഞാൻ 2 നിയോഗവും വെച്ചു. പിന്നീട് ഒരു നവംബർ പകുതിയായപ്പോൾ എൻ്റെ പ്രൊജക്റ്റ് മാനേജർ വിളിച്ചിട്ട് പറയുവാണ്, ജനുവരിയിലായിരുന്നു റിലീസെങ്കിലും ഇപ്പോഴത്തെ പ്രൊജക്റ്റിൽ നിന്ന് റിലീസാവുകയാണ്, നവംബർ ലാസ്റ്റോട് റിലീസാവും, അപ്പോൾ വേറെ പ്രൊജക്റ്റ് നോക്കി തുടങ്ങിക്കോ എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞായിരിക്കും മാതാവ് തരുന്ന നിയോഗം, അപ്പോൾ അത് സ്വീകരിച്ച് മുന്നോട്ട് പോവാം, വേറെ ഇൻറ്റേർണൽ മൂവ്മെൻറ്റ് പ്രൊജക്റ്റ് ഏതെങ്കിലും കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിലിരുന്നു. പക്ഷേ ഡിസംബർ സമയം IT ഫീൽഡുകാർക്ക് അറിയാം പ്രൊജക്റ്റ് കിട്ടാൻ ഭയങ്കര പാടുള്ള സമയമാണ്. കാരണം ക്ലയൻ്റ് എല്ലാം ലീവിന് പോവും. പിന്നീട് അവർ വെക്കേഷൻ കഴിഞ്ഞ് ഒരു ജനുവരി ലാസ്റ്റൊക്കെ ആകുമ്പോൾ വരുമ്പോഴാണ് പിന്നെ ഒരു പ്രൊജക്റ്റ് അസൈൻ ആവുക എല്ലാം. അപ്പോൾ അത്രയും നാൾ പ്രൊജക്റ്റ് ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മുടെ യൂട്ടിലൈസേഷൻ കുറയും, നമുക്ക് ഹൈക്ക് കിട്ടാനും പ്രൊമോഷൻ കിട്ടാനൊക്കെ ചാൻസ് കുറവാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഞാൻ 2 നിയോഗം വെച്ചെങ്കിലും കുഞ്ഞായിരിക്കും നീ തരുന്നത് എന്ന് വിചാരിച്ചിരുന്നെങ്കിലും എനിക്കൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. പ്രൊജക്റ്റ് പോയല്ലോ, പ്രൊജക്റ്റ് കഴിഞ്ഞല്ലോ, ഇനിയൊരു പ്രൊജക്റ്റ് കിട്ടണ്ടേ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ റിലീസാവണേന് ഒരാഴ്ച മുന്നേ എനിക്കൊരു കോൾ വരുവാണ്. അപ്പോൾ എൻ്റെ ഓർഗനൈസേഷനിൽ തന്നെ സോഫ്റ്റ്വെയർ ലാബ്സിൽ നിന്ന് അത് കിട്ടാൻ പാടാണ്, അവിടേക്ക് കിട്ടാൻ പാടാണ്. എന്നാൽ അവിടെ നിന്ന് എനിക്കൊരു കോൾ വരുവാണ്, ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ മുന്നേ അപ്ലൈ ചെയ്താണ് ഒരു ആപ്ലിക്കേഷൻ കണ്ടിട്ടാണ് അവരെന്നെ വിളിക്കുന്നത്, ഇങ്ങനൊരു ഓപ്പണിംഗ് ഉണ്ട്, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യട്ടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കറണ്ട് അസൈൻമെൻറ്റ് കഴിഞ്ഞിട്ടില്ല, എനിക്കാണെങ്കിൽ ഒന്ന് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ആവാനുള്ളൊരു സമയവും കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇമ്മീഡിയറ്റ് ഓപ്പണിംഗ് ആണ്, ഇപ്പോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഓപ്പണിംഗ് പോയെന്ന് വരാം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്തോ ഇൻ്റർവ്യൂ പ്രിപ്പയർഡ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ഉടമ്പടിയിലാണ്, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം മുടങ്ങാതെ ചെല്ലുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ മാതാവിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് അവർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് ഞാൻ തലേന്ന് തന്നെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയവും എനിക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്ന വ്യക്തികളുടെ പേരും എല്ലാം എഴുതി മാതാവിൻ്റെ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കൃപാസന മാതാവ് ഘടികാരത്തിൻ്റെ മാതാവാണ്. ആ സമയം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. തലേന്ന് രാത്രി ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ ഈ ഒരു ഓഫർ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും മാതാവ് സാധിച്ചു വന്നിട്ടുണ്ടെങ്കിലും ഞാൻ സാക്ഷ്യം പറയുന്നത് ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ തലേന്ന് ഞാൻ എങ്ങനെയായിരിക്കും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിക്ക് സാക്ഷ്യം പറയുക എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പിറ്റേന്ന് എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂവിൻ്റെ അന്ന് രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞത്, അച്ഛൻ്റെ അന്നത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ഇന്ന് ഇടപെടാൻ പോകുന്ന വ്യക്തികളുമായിട്ടും ഇന്ന് നടത്താൻ പോകുന്ന സംഭാഷണങ്ങളുമായിട്ടും ജീവിതത്തിൽ ഇന്ന് നടത്താൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ് അച്ഛനന്ന് പ്രാർത്ഥിച്ചത്. അച്ഛനന്ന് ഒരു കാര്യം കൂടി പറഞ്ഞു, ഉടമ്പടിയിലെ ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് വെറെവർ യു ഗോ ഐ വിൽ ബി ദെയർ വിത്ത് യു എന്നുള്ളതാണെന്ന്. അപ്പം ഞാൻ മനസ്സിലുറപ്പിച്ചു ഇത് എനിക്ക് വേണ്ടിയാണ് അച്ഛൻ പറയുന്നത്. നന്നായി പ്രാർത്ഥിച്ചു. അന്നത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂകളിൽ ഏറ്റവും ബെസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു അന്ന്. ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം പറയാൻ പറ്റി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞു, പാസ്സാവുമായിരിക്കും. അടുത്ത ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. തേഴ്സ്ഡേ ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ്. മൺഡേ അടുത്ത ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. അപ്പം അത് ടെക്നോപീഡിയം റൗണ്ട് എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ടെക്നിക്കൽ റൗണ്ടും ഉണ്ടാവും, മാനേജർ റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പം അന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് ഇൻ്റർവ്യൂവർ ചോദിച്ച ചോദ്യങ്ങളിൽ പലതും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത്, മാതാവേ നീ കൂടെ ഉണ്ടാവണേ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂവറുടെ മുഖം കാണുമ്പോൾ അറിയാം ഇത് കിട്ടില്ല എന്നുള്ള രീതിയിൽ. അത് പുള്ളി പറയുകയും ചെയ്തു, ഐ ആം സീയിങ് സം ഗ്യാപ്സ് ഇൻ യു ആൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്കത് കിട്ടില്ല എന്നുള്ള വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്തിരുന്നത് വേറെ ഈ ടെക്നോളജിയിലാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ആ ടെക്നോളജിയിലെ കാര്യങ്ങളെല്ലാം ചോദിക്കാൻ തുടങ്ങി.
അപ്പോൾ ഞാൻ അത് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു ഞാൻ. അപ്പോൾ പുള്ളി പറയുവാണ് ലാസ്റ്റ്, അപ്പോൾ ഞാൻ ഓർത്ത് കിട്ടില്ല ആ ഇൻ്റർവ്യൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആ ഇൻ്റർവ്യൂവിൽ ലാസ്റ്റ് പുള്ളി പറയുവാണ്, ഈവൻ ദോ ഐ ആം സീയിങ് സം ഗ്യാപ്സ് ഇൻ യു, ഐ ആം സീയിങ് എ പോസിറ്റിവിറ്റി ഇൻ യു. ഞാൻ ആൻസർ ചെയ്ത കാര്യങ്ങളുടെ പേരിലല്ല അന്ന് ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായത്. മാതാവ് ഇടപെട്ട്, കാരണം പുള്ളി പറയുവാണ് ഈവൻ ദോ ഐ ആം സീയിങ് ഗ്യാപ്സ് ഐ ആം സീയിങ് പോസിറ്റിവിറ്റി ഇൻ യു. മാതാവ് പറയിപ്പിച്ചതാണ് ആ മാനേജറിലൂടെ എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സാവുകയും ചെയ്തു. വേറൊരു കമ്പനിയിലേക്ക് ഞാൻ മാറുന്നതിന് തുല്യമായ ഒരു ഓഫർ നൽകി അമ്മ എനിക്ക് ആ ജോബ് തന്നു. മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി. ഞാൻ 2018 അമ്മേനെ അറിയുന്നത് മുതൽ മുടങ്ങാതെ ചെല്ലുന്നതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. എൻ്റെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബലം തരുന്നത് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയായിരുന്നു. ഇവിടെ നമുക്ക് കൃപാസനത്തെ പറ്റി പല കോൺട്രവേഴ്സീസ് ഉണ്ടാകുന്ന സമയത്തും എൻ്റെ കഴുത്തിലേക്ക് കാശ് രൂപ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ പലരും കളിയാക്കി എൻ്റെ അടുത്ത് പറയും കൃപാസനത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറയും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കെൻ്റെ കൃപാസനം മാതാവിൽ വിശ്വാസമാണ്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യവും എനിക്ക് സാധിക്കാതിരുന്നിട്ടില്ല ഇന്നേ വരെ. പറയുന്നവർ പറയട്ടെ, ഞാൻ എൻ്റെ കൃപാസനം മാതാവിൽ ഉറച്ചു നിന്ന് ഇപ്പോഴും ആ പ്രാർത്ഥന തുടരുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:14 എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. ആൻമരിയ ജോയ് എന്ന ഈ സഹോദരി എത്ര സന്തോഷത്തോടു കൂടിയാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തെ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ഇവിടെ കാലുകുത്തിയ നാൾ മുതൽ, ഉടമ്പടി എടുത്ത് ജീവിച്ച നാൾ മുതൽ മകളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പഠനത്തിലുള്ള പുരോഗതിയും വിജയവും, വീണ്ടും വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചിരുന്ന നാളുകളിൽ ആ നിമിഷങ്ങളിൽ തന്നെ വിവാഹം അനുയോജ്യമായത് കണ്ടെത്തുവാനും അമ്മ മാതാവിൻ്റെ നാട്ടിലേക്ക് തന്നെ വന്നെത്തിച്ചേരുവാനുള്ള ഭാഗ്യം ലഭിക്കും വിധം വിവാഹം വളരെ നന്നായി അമ്മ മാതാവ് നടത്തിക്കൊടുത്തതിനെക്കുറിച്ച്, വീണ്ടും രണ്ടാമതൊരു കുഞ്ഞിനെക്കുറിച്ചും ജോലിയിൽ ഒരു വ്യത്യാസത്തെക്കുറിച്ചും സാലറി ഹൈക്കിനെക്കുറിച്ചും ആഗ്രഹിച്ച നിയോഗത്തിൽ എഴുതിയിടുമ്പോൾ രണ്ടും കൂടി ഒരുപോലെ നടക്കില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അത് ശരിക്കും എഴുതിയിടുന്നത്. എങ്കിലും അമ്മ മാതാവ് എല്ലാം വളരെ പ്രത്യേകതയോടുകൂടി ക്രമീകരിച്ച് കുഞ്ഞിനെയും ഉദരത്തിൽ നൽകി. അതുപോലെ തന്നെ സാലറി ഹൈക്കോടുകൂടി അതേ കമ്പനിയിൽ തന്നെ മെച്ചപ്പെട്ട ജോലിയും നൽകി മകളെ അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവയ്ക്കുന്നത്. മകളുടെ വാക്കുകളിൽ നമ്മൾ കേട്ടത് എത്ര സ്നേഹത്തോടു കൂടിയാണ് അമ്മ മാതാവുമായിട്ടുള്ളൊരു ബന്ധം, ഒരു ശരണപ്പെടുന്ന സ്നേഹത്തിൻ്റെ ബന്ധം മകൾ സൂക്ഷിക്കുന്നതെന്ന വാക്കുകളിൽ വ്യക്തമാണ്. ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ, പ്രത്യേകിച്ച് ഉടമ്പടിയുടെ കാശുരൂപം എന്നും തൻ്റെ കഴുത്തിൽ ധരിച്ചുകൊണ്ട് ഞാൻ അമ്മയുടെ മകളാണെന്ന് എല്ലാവരോടും പറയുവാൻ ഒട്ടും മടിയില്ലാതെ ജീവിക്കുന്ന മകളെയാണ് നമ്മൾ അൾത്താരയിൽ കാണുന്നത്. കാരണം ജീവിതത്തിൻ്റെ അല്പം കൂടി മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് ജോലി ചെയ്യുക. വിദ്യാഭ്യാസം കൊണ്ടും തൊഴിൽ കൊണ്ടും മെച്ചപ്പെട്ട സാഹചര്യത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെയും ഞാൻ ഐ ബിലോങ് ടു ജീസസ്, ഐ ബിലോങ് ടു മേരി എന്ന് പറയുവാൻ ഒട്ടും സങ്കടമില്ല എന്ന് പറയുന്നതാണ് സുവിശേഷ പ്രഘോഷണം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തെ പ്രതി അഭിമാനിക്കുന്നു, എൻ്റെ കർത്താവിൻ്റെ നാമത്തെ പ്രഘോഷിക്കുവാൻ ഞാൻ സന്തോഷിക്കുന്നുവെന്ന് ഒരു വ്യക്തി പറയുമ്പോൾ അത് ആ ജീവിതത്തെ സ്വർഗം അടയാളപ്പെടുത്തുകയാണ്. നാം കൊടുക്കുന്ന ഏതൊരു ചെറിയ കാര്യത്തിൽ പോലും പ്രത്യേകമാംവിധം ദൈവികമായ സംരക്ഷണം നമുക്ക് അനുഭവിക്കുവാൻ അതിലൂടെ സാധിക്കും. അതുകൊണ്ടാണ് ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, അതിരത്തിൽ യേശു കർത്താവ് രക്ഷകനെന്ന് ഏറ്റുപറയുകയും അത് ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും അനുഗ്രഹം പ്രാപിക്കുന്നതെന്ന്. അത് മകൾ ജീവിതത്തിലൂടെ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടിയിലൂടെ അനുഗ്രഹം പ്രാപിക്കുക പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, അതത്ര ഭാരപ്പെട്ട കാര്യവുമല്ല. അത് എത്ര കണ്ട് നമ്മൾ അമ്മ മാതാവിൽ ആശ്രയിക്കുന്നു, എത്ര കണ്ട് അമ്മ മാതാവിനോട് ഒരു മകൾ അമ്മ ബന്ധത്തിലൂടെ ആ ജീവിതത്തെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അമ്മ വേണ്ടുന്ന ക്രമീകരണങ്ങൾ നടത്തി സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഒരു നിമിഷം പോലും നമുക്ക് പാഴാവാത്ത വിധം
എല്ലാം അനുഗ്രഹമാക്കി തരുന്നു. മകളുടെ സാക്ഷ്യത്തിൽ അതെല്ലാം ഉണ്ട്. ഒന്ന്, കുഞ്ഞിനെക്കുറിച്ചുള്ള ആഗ്രഹത്തെ സാധിക്കുന്നതിനൊപ്പം ഒരു ദിവസം പോലും നഷ്ടപ്പെടാത്ത വിധം ജോലിയിലുള്ള പുതിയ സ്ഥാനക്കയറ്റത്തെ മകൾക്ക് അനുവദിച്ചു നൽകുകയും ചെയ്യുന്നു. നമ്മുടെ കുടുംബങ്ങളെ, നിയോഗങ്ങളെ പരിശുദ്ധമായ തിരുസവിധത്തിൽ സമർപ്പിച്ചുകൊണ്ട് വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മ മാതാവിലൂടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് സമർപ്പിക്കാം. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ പാപിയായ എന്നെയും എൻ്റെ കുടുംബത്തെയും സാക്ഷ്യത്തിനായി ഉയർത്തിയതിന് 1000 നന്ദി പറയുന്നു. ഞാൻ 2019 ഡിസംബർ 21-ാം തീയതിയാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് പ്രമീള, ഇതെൻ്റെ ഹസ്ബൻഡ് സിൽവ, ഇതെൻ്റെ മൂത്ത മോൻ അഭിലാഷ് പി സിൽവ, ഇതെൻ്റെ രണ്ടാമത്തെ മോൻ അഭിഷേക് പി സിൽവ, എനിക്ക് മൂന്നാമത്തെ ഒരു മോനുണ്ട് അഭിജിത്ത് പി സിൽവ. ഞങ്ങൾ ഒരുമിച്ച് വരാനിരുന്നതായിരുന്നു. അവനൊരു പ്രത്യേക കാരണത്താൽ ഇന്ന് വരാൻ സാധിച്ചില്ല. അതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. തിരുവനന്തപുരം അടിമലത്തറ ഇടവകയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഉടമ്പടി എടുത്തതിനെ തുടർന്ന് കോവിഡിൻ്റെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുവാനോ അതുപോലുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുവാനോ സാധിച്ചില്ല. പക്ഷേ എൻ്റെ പ്രാർത്ഥനാ ജീവിതം, ഉപവാസം, വചനവായന, പ്രേക്ഷിത കാരുണ്യ പ്രവർത്തികൾ, അതിനൊന്നും ഞാൻ മുടക്കം വരുത്തിയിട്ടില്ലായിരുന്നു. ഞാൻ 2019 ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ ഈ മൂത്ത മോനും ഞാനുമായിട്ടാണ് ഇവിടെ വന്നത്. ആ സമയത്ത് അവനൊരു ASO പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഇവൻ നല്ല ബൾക്കി ആയിരുന്നു. അപ്പോൾ കളിക്കാൻ പോകുമ്പോൾ കുട്ടികളൊക്കെ അവനെ കളിയാക്കും, ഉണ്ടപ്പക്കറ്, ഗുണ്ടത്താൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും എന്ന് പറഞ്ഞാൽ ആൾ വീട്ടിൽ വന്ന് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ ഭയങ്കര ഹാർഡ് വർക്ക് എക്സർസൈസ് ചെയ്ത് സഡൻലി ആൾ വെയിറ്റ് ലോസായി. അപ്പോൾ ആൾക്ക് ഭയങ്കര ചെസ്റ്റ് പെയിന്, തലകറക്കം, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോഴാണ് ASO പോസിറ്റീവ് ആയത്. അതിൻ്റെ സിംറ്റംസാണിത്. അതിൻ്റെ ഒരു സീരിയസ് കേസ് എന്ന് പറയുന്നത് 2 years കണ്ടിന്യൂസ് ആയിട്ട് ആ മെഡിസിൻ ഉപയോഗിക്കണം. ഇൻ കേസ് ആ 9 o'clock എടുക്കുന്ന മെഡിസിൻ 1 minute ലേറ്റായാൽ പോലും അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ പല ദിവസവും ഞാൻ മറന്നു പോയിട്ട് സ്കൂളിൽ കൊണ്ടു കൊടുക്കേണ്ട അവസ്ഥയാണ് വന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ ആ നിയോഗം വെച്ചു, പ്രാർത്ഥിച്ചു. മോൻ 1 മാസം കഴിഞ്ഞ് അതിൽ പിന്നെ മരുന്ന് കഴിച്ചില്ല. 1 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ കാര്യം നോർമലായി. പിന്നെ കോവിഡിൻ്റെ ആ സമയത്ത് തന്നെ കോവിഡിൻ്റെ ഡെത്ത് റേറ്റ് ഹൈ ആയിരിക്കുന്ന ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അവരുടെ കോവർക്കേഴ്സുമായിട്ട് ജോലി ചെയ്തുകൊണ്ട് അടുത്ത് നിന്ന് ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ 2 പേർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ കാരണം ചെക്ക് ചെയ്തപ്പോൾ കോവിഡ് പോസിറ്റീവായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലവും കാശുരൂപവും, ഉടമ്പടി തൈലം നെറ്റിയിലും നെഞ്ചിലും ഒക്കെ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. കാശുരൂപവും കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വിട്ടപ്പോഴേക്കും അത് നെഗറ്റീവായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അതിശയമായിരുന്നു. പിന്നെ ഈ 2024 കഴിഞ്ഞ ഫെബ്രുവരി 26-ന് എൻ്റെ ഈ മോന് 18 വയസ്സാണ്. അപ്പോൾ അന്ന് മാതാവിൻ്റെ അടുത്ത് അവനെ സമർപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ഇങ്ങോട്ട് വരികയും കൊട്ടിയത്തെത്തിയപ്പോൾ വണ്ടി കംപ്ലൈൻ്റ് ആവുകയും ചെയ്തു. ഞങ്ങൾ രാത്രി പാതിര കഴിഞ്ഞ് 12:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കൊട്ടിയത്തെത്തിയപ്പോൾ 3:45. ആ സമയത്ത് പോകുന്ന വണ്ടിക്കാരെയൊക്കെ സഹായത്തിന് വിളിച്ചപ്പോൾ ആരും നിർത്തിയില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നിങ്ങളെ ഞാൻ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറ്റി വിടാം, ഞാനിവിടെ ഏതെങ്കിലും വർക്ക്ഷോപ്പ് കണ്ടെത്തി നേരം വെളുത്തിട്ട് വണ്ടി ശരിയാക്കിയിട്ട് വരാമെന്ന്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ ആക്സിലറേറ്ററിൽ ഉടമ്പടി കാശുരൂപം വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞങ്ങൾ കുടുംബമായിട്ട് അമ്മയുടെ അടുത്ത് വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമില്ലേ? അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വണ്ടിയിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് അമ്മയുടെ സന്നിധിയിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് വണ്ടി ജമ്പ് ചെയ്തിട്ട് ഓഫാകുന്നു. അപ്പോൾ ഞാൻ കുറേ കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. ആ വണ്ടിയിൽ തന്നെയാണ് ഞങ്ങളിവിടെ വന്നത്. അന്ന് ഞാൻ ഉടമ്പടി സാക്ഷ്യം പറയുമെന്ന് നേർന്നിരുന്നു. പക്ഷേ അന്ന് എഴുതി കൊടുത്തപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇനി അടുത്തെന്തെങ്കിലും കൂടെ ഉണ്ടാകുമ്പോൾ ഒപ്പം പറയാമെന്നായിരുന്നു. പിന്നെ 10th എൻ്റെ മക്കൾ, ഈ മോന് 8th കോവിഡ് ആയിരുന്നത്. ആ സമയത്ത്
അവന് 8th ലാസ്റ്റ് 9th 10th അവൻ്റെ ആ സ്റ്റഡി ടച്ച് അങ്ങ് വിട്ടുപോയി. ആൾക്ക് ബേസ് പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ 10th ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ മോന് ഫുൾ A+, അവൻ നന്നായിട്ട് ക്ലാസ്സിൽ ടോപ്പായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് ഗ്രേസ് മാർക്കൊന്നുമില്ല, ഫോക്കസ് പോയിൻ്റ് ഒന്നുമില്ല. സഡൻലി ആണ് ഒരു ഡിക്ലറേഷൻ ഉണ്ടായത് ഫുൾ പോർഷനും ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമമായി. പക്ഷേ ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു. റിസൾട്ട് വന്നപ്പോൾ അവന് ഫുൾ A+ ആയിരുന്നു. അതുപോലെ തന്നെ +1 വന്നപ്പോഴും ഞങ്ങളുടെ വീടിൻ്റെ പണിയുടെ ആ സമയത്ത് കുടുംബ വീട്ടിലായിരുന്നു താമസം. അപ്പോൾ അവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് മോന് നന്നായിട്ട് പഠിക്കാനൊന്നും സാധിച്ചില്ല. +1 അവന് പെർസെൻറ്റേജ് വളരെ കുറവായിരുന്നു. പക്ഷേ +2 എത്തിയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെത്തി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ മോന് ഞാൻ ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹമാണെന്ന് എനിക്കറിയാം, എന്നാലും മാതാവ് മോന് ഫുൾ A+ കൊടുക്കണം. അവന് ഫുൾ മാർക്ക് എടുത്താൽ പോലും ഫുൾ A+ കിട്ടില്ലായിരുന്നു. പക്ഷേ മാതാവ് 4 A+ഉം 2 Aയും നൽകി അനുഗ്രഹിച്ചു. അത് അവനെ സംബന്ധിച്ചും ഞങ്ങളുടെ നാട്ടിലും അവനാണ് ഇത്രയും ആ പെർസെൻറ്റേജ് ഉള്ളത്. പിന്നെ എൻ്റെ മൂത്ത മോൻ, എൻ്റെ ഈ രണ്ടാമത്തെ മോനും 10th ഫുൾ A+ഓടെ ഒരു ഗ്രേസ് മാർക്കും ഇല്ലാതെ ഫുൾ A+ഓട് കൂടി തന്നെ പാസ്സായത്. അതുപോലെ തന്നെ മോനി നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടിലെ റോഡ് വീലറിന് സുഖമില്ലാതെ അവൻ ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ ഞാനും ഉടമ്പടി തൈലം കൊണ്ട് ആ ഡോഗിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുക്കുമ്പോഴേക്കും അതല്പം ആഹാരം കഴിക്കും. ഇത് സിമ്പിളായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളുടെ ആ ഒരു പ്രസൻസാണ് നമുക്ക് മനസ്സിലാവുന്ന. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മാതാവ് വിളിപ്പുറത്ത് തന്നെയുണ്ട്. എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ മാതാവിനോട് പറയാറുണ്ട്. മാതാവ് എനിക്കതിന് ഉത്തരം തരാറുണ്ട്. ഞാൻ വെളുപ്പിന് 3 മണിക്ക് എണീറ്റ് രക്തക്കണ്ണീർ ജപമാല ചൊല്ലും. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്ന പത്രം വാങ്ങിച്ച് റെയിൽവേ സ്റ്റേഷനിലും ഹോസ്പിറ്റലിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കാറുണ്ട്. മറ്റുള്ളവർ കളിയാക്കും, പക്ഷേ ആദ്യമൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു നാണക്കേടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മാതാവിന് വേണ്ടി, ഈശോയുടെ സാക്ഷ്യത്തിന് വേണ്ടി അതൊന്നും പിന്നെ ബുദ്ധിമുട്ടായി തോന്നിയില്ല. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ മാസത്തിൽ 1 തവണയാണ് കുമ്പസാരം കൊടുക്കുന്നത്. മോനിവിടെ ജർമ്മൻ പഠിക്കാൻ പാലായിലിരുന്നപ്പോൾ അവന് കുമ്പസാരിക്കാൻ അവസരമുണ്ട്. ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ എല്ലാ ആഴ്ചയും കുമ്പസാരിച്ചെന്ന് പറയും. പക്ഷേ വീട്ടിലായിരിക്കും ഞാൻ മക്കളെയും കൂട്ടി അച്ഛനോട് ദിവ്യബലി കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും, അച്ഛാ ഞങ്ങൾക്ക് കുമ്പസാരിക്കണമെന്ന് പറയും. ഞാനും മക്കളും. ഹസ്ബൻഡ് അടുത്തല്ല, കാസർഗോഡാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കുമ്പസാരിക്കാറുണ്ട്. പിന്നെ പൊതിച്ചോറ് കെട്ടി ഞാനും ഈ മോനും കൂടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ബർത്ത്ഡേയോ പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുമ്പോൾ ഓർഫണേജിലോ ഓൾഡ് ഏജ് ഹോമിലോ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്കുള്ള ഫുഡ് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊടുക്കാറുണ്ട്. പിന്നെ ഒരു ട്രസ്റ്റിലെ ഒരു ബോക്സ് ഞങ്ങളുടെ വീട്ടിൽ തന്നിട്ടുണ്ട്. ഓരോ മാസവും അവർ വന്ന് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു സഹായം വന്ന് കളക്ട് ചെയ്യാറുണ്ട്. പിന്നെ 1-2 വീടുകളിൽ തീരെ പറ്റാത്ത, ഒട്ടും വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തം കാര്യം ചെയ്യാൻ പറ്റാത്ത വീടുകളിൽ ഞാനും എൻ്റെ മോനും പോയി തുണി വാഷ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുപോയി അവർ തരുമ്പോൾ വാഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എനിക്ക് മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുമ്പോൾ എനിക്ക് മുമ്പ് അസൂയ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ആർക്ക് എന്തെങ്കിലും നന്മയുണ്ടാകുന്നെങ്കിൽ അത് കൂടുതൽ നന്നായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. പിന്നെ എനിക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ ഒരു കാര്യം, ഉടമ്പടിയിൽ ആദ്യത്തെ ഉടമ്പടിയിൽ മോൻ പറഞ്ഞ പോലെ മോൻ വച്ചത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കുടുംബ പ്രാർത്ഥന വെച്ചിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ആദ്യമൊക്കെ കുടുംബ പ്രാർത്ഥന വളരെ, അതായത് ജോലിയുടെ ഭാഗമായിട്ട് അതിൽ പങ്കെടുക്കാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾ തന്നെ ആകെ മാറിയിട്ട് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്, ദിവ്യബലിയിൽ ദിവസവും പങ്കെടുക്കാറുണ്ട്, കുമ്പസാരിക്കാറുണ്ട്. എവിടെയെന്നെങ്കിലും ജോലിയുടെ ഭാഗമായി പോയി വരുമ്പോൾ വീട്ടിൽ വന്ന് ചോദിക്കും മക്കളോട് കുടുംബ പ്രാർത്ഥന ചൊല്ലിയെന്ന്. അപ്പോൾ അതൊക്കെ വലിയൊരു അനുഗ്രഹമായി. ഞങ്ങൾ ഏതെങ്കിലും യാത്രയിലായിരുന്നാൽ വണ്ടിയിലിരുന്ന് തന്നെ കുടുംബ പ്രാർത്ഥന സന്ധ്യയ്ക്ക് ചൊല്ലാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് പ്രാർത്ഥനാ ജീവിതം. പിന്നെ എൻ്റെ 3 മക്കളും ഓൾട്ടർ ബോയ്സ് ആയിരുന്നു. കുഞ്ഞുനാളിൽ ഞാൻ അവരെ പള്ളിയിൽ ദിവസവും കൊണ്ടുപോയി ശീലിപ്പിച്ചു. ആ ഒരു ചൈതന്യം അവർക്കുണ്ട്. ഇപ്പോഴും അവർ എന്നും പള്ളിയിൽ വരാറുണ്ട്. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞങ്ങളെ ഇവിടെ സാക്ഷിയായി ഉയർത്തിയതിനും 1000 നന്ദി പറയുന്നു. 1 സാമുവേൽ 9:16
എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കാണുകയും അവരുടെ നിലവിളി ഞാൻ ശ്രവിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രമീള എന്ന ഈ സഹോദരി ഒപ്പം ജീവിത പങ്കാളിയും മക്കളും ഒരുമിച്ച്, കുടുംബം ഒരുമിച്ച് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ കുടുംബത്തിന് ലഭിച്ച ഓരോ അനുഗ്രഹത്തെയും ഏറ്റവും സന്തോഷത്തോടുകൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യം അഭിലാഷ് എന്ന മൂത്ത മകന് വന്ന പ്രത്യേകമായൊരു രോഗാവസ്ഥയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഒത്തിരി ബൾക്കിയായിരുന്ന മകൻ്റെ ശരീരം കൂട്ടുകാരുടെ കളിയാക്കൽ മൂലം പെട്ടെന്നവൻ ശരീരഭാരം കുറയ്ക്കുകയും സ്ലിമ്മാവുകയും ചെയ്തു. അതിലൂടെ രക്തത്തിൽ ഫ്ലൂയിഡ് കലരുന്ന ഒരു അസുഖമായി മാറി. ആ അസുഖം വളരെയധികം ഗൗരവമുള്ള രീതിയിൽ മാറി. അതുകൊണ്ട് തന്നെ തുടർച്ചയായി 2 വർഷത്തേക്ക് സ്ഥിരമായി ഒരേ സമയത്ത് തന്നെ മരുന്ന് കഴിക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഈ വിഷയമാണ് അമ്മ ഉടമ്പടിയെടുത്ത് ആദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ആ സമയത്ത് നമ്മൾ സഹോദരി പറയുന്നുണ്ട്, 2 വർഷം തുടർച്ചയായി കഴിക്കേണ്ട മരുന്ന് 9 മണിയെങ്കിൽ എല്ലാ ദിവസവും 9 മണി ആ രീതിയിൽ കഴിക്കേണ്ട ഒരു മരുന്ന്, അഥവാ ഒന്ന് മറന്നുപോയാൽ സ്കൂൾ വരെ എങ്ങനെയെങ്കിലും ഓടിയെത്തിച്ച് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു മരുന്നിൻ്റെ രീതികൾ, ആ മരുന്ന് 2-3 മാസം കഴിച്ചതിന് ശേഷം പൂർണ്ണമായി നിർത്തുന്നതിനും ഇപ്പോൾ ശരീരത്തിന് യാതൊരു കുറവുമില്ല, പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി മകനെ വീണ്ടും കിട്ടുന്നതിന് പരിശുദ്ധമ്മയുടെ ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ് എന്നീ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയും അമ്മയുടെ സന്നിധിയിലുള്ള നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും അനുഗ്രഹം ലഭിച്ചതിനെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുക. മകൻ്റെ സാക്ഷ്യത്തിൽ നാം കേട്ടിരുന്നു, അത് മകൻ്റെ അമേരിക്കയിൽ പോകുവാനുള്ള മെഡിക്കൽ ചെക്കപ്പും ബാക്കി എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ മകനെ തറവായി പരിശോധിക്കുന്നതാണ്. മകൻ അമേരിക്കയിലേക്ക് ഈ അടുത്ത നാളുകളിൽ പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ ചെക്കപ്പിലും ശരീരം ഫിറ്റാണെന്നും യാതൊരു കുഴപ്പവുമില്ലെന്നും ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അമ്മ മാതാവിലെ എടുത്ത ആ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പിലൂടെയും മകന് വന്നിരുന്ന പ്രത്യേക തരത്തിലുള്ള രോഗാവസ്ഥ സൗഖ്യപ്പെടുത്തുന്നതിന് കാരണമായത് കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ അത് സഹോദരി പറയുന്നുണ്ട്, വീട്ടിലുള്ള മാവ്, വീട്ടിൽ വളർത്തുന്ന നായ, അവയ്ക്കുണ്ടാകുന്ന പ്രയാസങ്ങളിലും മാവ് ഒരിക്കലും പൂക്കാതെ നിന്ന കാലത്ത് ഉപ്പ് തളിക്കുകയും അത് വീണ്ടും നന്നായി പൂത്തു തുടങ്ങുകയും ചെയ്തതിനെ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. നായ വളരെ ഗുരുതരമായ രോഗാവസ്ഥയിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നാളുകളിൽ അതിനും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടുകൂടി നായ പോകുന്ന കാര്യത്തെയും കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ മകൻ്റെ കാര്യം പ്രത്യേകമായിട്ട് സഹോദരി സൂചിപ്പിച്ചു. കോവിഡിൻ്റെ കാലത്ത് പഠനത്തിലുള്ള ശ്രദ്ധ പോവുകയും പഠനത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ശരിക്കും നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ഉടമ്പടിയെടുത്തതിലൂടെ പഠനത്തിലേക്ക് നന്നായി തിരിച്ചു വരുവാനും എല്ലാ ക്ലാസ്സുകളിലും മികച്ച വിജയം നേടുവാനും +2 നാട്ടിൽ തന്നെ ഉന്നത വിജയം നേടുവാൻ മകന് ലഭിച്ച സാഹചര്യത്തെ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഉടമ്പടി ജീവിതത്തിലൂടെ പരിശുദ്ധമ്മയുടെ സംരക്ഷണം ലഭിച്ച് കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, കുടുംബം ഒരുമിച്ച് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവ തരണം ചെയ്യുവാൻ ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. വാഹനം ഇടയ്ക്ക് വെച്ച് കൃപാസനത്തിലേക്ക് വരുന്ന വഴിയിൽ വെളുപ്പിന് 3:45 കൊല്ലത്ത് വെച്ച് വാഹനം കേടായതും ആരും ഒന്ന് സഹായിക്കുവാനോ നിർത്തുവാനോ ശരിയാക്കുവാനോ ഇല്ലാതെ ഏറെ ക്ലേശിച്ച മണിക്കൂറുകളിൽ ഉടമ്പടി കാശുരൂപം വെച്ച് ആക്സിലേറ്ററിൽ ഉടമ്പടി കാശുരൂപം വെച്ചുകൊണ്ട് ആ വാഹനത്തിൽ കൃപാസനം വരെ കുടുംബം ഒരുമിച്ച് എത്തിച്ചേരുവാനും തിരികെ പോരുവാനും വേണ്ടി കുടുംബം പ്രാർത്ഥിച്ചത് സഹോദരി പ്രത്യേകമായിട്ട് അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചതും സഞ്ചാരി മാതാവ് വാഹനത്തിൻ്റെ ആ ഉണ്ടായ കേടുപാടുകൾ മുഴുവനും മാറ്റിക്കൊണ്ട് ഇവിടം വരെ യാത്രയെത്തി പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കി തിരികെ ഭവനത്തിലെത്തുന്നതുവരെയും യാതൊരു കുഴപ്പവുമില്ലാതെ ആ വാഹനത്തിൻ്റെ എല്ലാ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങളും മാറ്റിക്കൊടുത്തതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കുടുംബം ഇങ്ങനെ അണമുറിയാതെ സാക്ഷ്യം പറയുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ തൊട്ട് കാണിച്ചുകൊണ്ട് അമ്മ മാതാവ് കൂടെയുണ്ട്. ഈശോയുടെ സംരക്ഷണം കൂടെയുണ്ട്. ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാതെ ഞങ്ങൾ പോയിട്ടില്ല.
ഏതൊരു കാര്യത്തിലും, എത്ര ഗൗരവമുള്ള പ്രശ്നത്തിലും, എത്ര അടിയന്തരമായ പ്രശ്നത്തിലും അമ്മ മാതാവ്, സമയത്തിൻ്റെ മാതാവ്, സഞ്ചാരി മാതാവ്, സാന്നിധ്യം കൊണ്ട് കൂടെ വരുന്ന മാതാവ് ഞങ്ങൾക്കെപ്പോഴും സഹായികയായി കൂടെയുണ്ടെന്ന് കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. മറ്റു 4 സാക്ഷ്യങ്ങൾക്ക് അതിന് ബന്ധപ്പെട്ടവർ വരാത്തത് കൊണ്ടാണ് ഈ സഹോദരി ഇവിടെ സാക്ഷ്യപ്പെടുത്താത്തത്. അങ്ങനെ ഉടമ്പടി എടുത്ത നാൾ മുതൽ ഈ ദിവസം വരെയും ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം, നന്ദിയോടുകൂടി സമർപ്പിക്കാം. പ്രത്യാശയോടുകൂടി നമ്മുടെ പ്രാർത്ഥനകളെ, രോഗങ്ങളെ, ക്ലേശങ്ങളെ അമ്മ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി നമ്മളെ ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ഈ കുടുംബത്തിൽ ലഭിച്ച നന്മകൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം. എൻ്റെ പേര് സിന്ധു. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിശാലയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ നല്ല സന്തോഷകരമായിട്ട് കുടുംബജീവിതം നയിച്ചു വന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാ ദിവസവും കോവിലിൽ ചെന്ന് പ്രാർത്ഥിച്ച് എല്ലാ ദൈവങ്ങൾക്കും പൂവും കൊണ്ടുവച്ച് വിശ്വസിച്ച് ജീവിച്ചിരുന്ന വന്ന എനിക്ക് പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഒരലച്ചിലുണ്ടായി. ഞാൻ അങ്ങനെ എല്ലാ ക്ഷേത്രത്തിലും പോറ്റിമാരടുത്തും എല്ലാം ഞാൻ ചെന്ന് ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് എൻ്റെ മോന് സമയം നല്ലതല്ല, അതുകൊണ്ട് 2 വർഷത്തേക്ക് നല്ലതല്ല എന്ന് പറഞ്ഞു നിന്നു. അവൻ എന്നെ വെറുത്ത് എൻ്റെ വീട് വിട്ട് മാറി നിൽക്കുകയായിരുന്നു. എവിടെയാണെന്നോ എന്തെന്നോ ഒരു അറിവുമില്ലായിരുന്നു. ഞാൻ എല്ലാവരടുത്തും ചോദിക്കുമ്പോഴേ അവർ പറഞ്ഞു ഞങ്ങളെ കൊണ്ടൊന്നും സഹായിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ കോവിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഒരു കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ വിചാരിച്ചു ഇതെനിക്കെന്തിനാ, പള്ളിയിലെ പത്രം. ഞാൻ നിസ്സാരമായിട്ട് അതിനെ ബാഗിനകത്ത് ചുരുട്ടി വച്ചു. വൈകുന്നേരം ഭർത്താവ് ഡ്യൂട്ടിക്ക് പോയപ്പോൾ ഈ പത്രത്തിലാണ് ഞാൻ കാപ്പി പൊതിഞ്ഞ് കൊടുത്ത് വിട്ടത്. രാത്രി 7:30 മണിക്ക് ഞാൻ ഡൈനിങ് ടേബിളിൽ വന്ന് നോക്കി, ഈ പത്രത്തിൽ ചെറിയ ചെറിയ ഫോട്ടോകൾ കാണുന്നു. ഞാൻ വിചാരിച്ചു ഇതെന്തോ പ്രത്യേകതയുണ്ട് ഈ പത്രത്തിന് എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഭർത്താവിനെ വിളിച്ച് പറയുന്നു, ആ പത്രത്തിന് എന്തോ പ്രത്യേകതയുണ്ട്, അതിൽ വെച്ച് ആഹാരം കഴിക്കരുത്, ആ പത്രം എനിക്ക് തിരിച്ചു കൊണ്ട് തരണേന്ന്. ആ പത്രം ഞാൻ സുരക്ഷിതമായിട്ട് ഇന്ന് സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന് പിന്നെയും ഞാൻ ഒരു പ്രസ്സിലാണ് ജോലിക്ക് പോണത്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ആൻറ്റി അവിടെ എന്നും ബൈബിളുമായിട്ട് പണി ചെയ്യാൻ വരുമായിരുന്നു. ആ ആൻറ്റി എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞായിരുന്നു, കൃപാസനത്തിനെ പറ്റി പറഞ്ഞ് എനിക്കവിടുത്തെ പത്രവും നേർച്ച വസ്തുവായി ഉപ്പും എൻ്റെ കയ്യിൽ തന്നു, വിശ്വാസ പ്രമാണം എൻ്റെ കയ്യിൽ തന്നു. അന്ന് ഞാൻ വിചാരിച്ചു വിശ്വാസ പ്രമാണം ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ മരണം വരെ ഞാൻ നിത്യതയിൽ ജീവിച്ചു കൊള്ളാം, ഇതുവഴി എനിക്ക് എല്ലാം മാനസാന്തരപ്പെടുകയാണെങ്കിൽ മരണം വരെ ഞാൻ നിത്യതയിൽ ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ ഈ വിശ്വാസ പ്രമാണം ഓപ്പൺ ചെയ്ത് രാവിലെയും വൈകുന്നേരവും 7 പ്രാവശ്യം നല്ല ശക്തിയായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ എന്നും കോവിലിലും പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കോവിലിൽ പൂവുമായിട്ട് പോയപ്പോൾ കോവിലിൻ്റെ കൊടിമരത്തിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ ഒരു കടൽ, ഒരു പള്ളി, ഒരമ്മ കുഞ്ഞിനെയും വെച്ച് ചേർത്ത് നിന്ന് എൻ്റെ ക്ഷേത്രത്തിൻ്റെ വാതിലങ്ങ് അടച്ചു. ഞാൻ വിചാരിച്ചു ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് തിരിച്ച് അപ്പുറത്തെ സൈഡിൽ ചെന്നപ്പോൾ ആ അമ്മ കുഞ്ഞിനെ ചേർത്ത് വച്ചിരിക്കുന്നു. 3-ാമത്തെ വാതിൻ്റെ അവിടെ ചെന്നപ്പോൾ ഇത് തന്നെ. ഞാൻ കരഞ്ഞും കൊണ്ട് ആ പൂവും കൊണ്ട് ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു. എന്നിട്ട് ഞാൻ പിറ്റേന്ന് നേരം വെളുത്ത് എല്ലാവരുടെ ഞാൻ വിളിച്ച് പറയണം, ആൻറ്റി ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട്, എന്താണ് ഞാൻ പോകുന്ന ക്ഷേത്രത്തിൻ്റെ വാതിലുകളെല്ലാം അടയണുണ്ടെന്ന്. ആൻറ്റി പറഞ്ഞ് നീ ആദ്യം കൃപാസനത്തിൽ പോകണം, നീ ഉടമ്പടി എടുക്കണം. ഞാൻ അങ്ങനെ ഈ കൃപാസനത്തിൽ വന്ന് അന്ന് ഇവിടുത്തെ തിരക്കും ബഹളവും എല്ലാം കൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റാതെ ഞാൻ തിരിച്ചു പോയി. അങ്ങനെ ഞാൻ 2024 മാർച്ച് 3-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ വരണമെന്ന് പറഞ്ഞ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതിൻ്റെ അന്ന് എൻ്റെ മകൻ എന്നെ ഫോൺ ചെയ്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാനിതോ അവിടെ തൂണിൻ്റെ മൂട്ടി ഇരുന്നപ്പോഴാണ് അച്ഛൻ ഇവിടെ ഇരുന്ന് അഖിലിൻ്റെ ഒരു സാക്ഷ്യം പറയണം ഞാൻ കേട്ട്. അങ്ങനെ ഞാൻ കുളിര് കൊണ്ട് കോരി ഒരു മുല്ലപ്പൂവിൻ്റെ വാസന എന്നെ വന്ന് ചുറ്റി. ഞാൻ അവിടെ ഇരുന്ന് എല്ലാവരടുത്തും ചോദിച്ച് എന്താണ് ഒരു മണം വരണത്. അവർ പറഞ്ഞ മാതാവ് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഞാനിവിടെ നിന്ന് പോയി വീട്ടിൽ ചെന്ന് ഈ ഉടമ്പടി എല്ലാം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2ൻ്റെ അന്ന് എൻ്റെ മോൻ എൻ്റെ വീട്ടിൽ വരികയും ചെയ്ത് അവ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. 4 മാസം കൊണ്ട് ഞങ്ങൾ എവിടെയാണെന്ന് എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഒരു ഫോൺ പോലും വിളിക്കൂലായിരുന്നു. രണ്ടാമത് എനിക്ക് കിട്ടിയത് 9 വർഷം കൊണ്ട് ഞാൻ നടന്നു പോയ വഴിക്ക് എൻ്റെ കാലിൻ്റെ പാത ഒന്ന് തെന്നി 2 ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ മൊണ്ടിയാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. എൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ അടിയിൽ കൂടെ ഒരു എല്ല് വന്ന് കുത്തി ചെരുപ്പിൽ കുത്തുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താലേ അത് മാറുകയുള്ളതെന്ന് പറഞ്ഞു. ഞാനിവിടുത്തെ അച്ഛൻ്റെ ധ്യാനം എല്ലാ ദിവസവും കാണുമായിരുന്നു. ഒരു ദിവസം ഞാൻ ധ്യാനം കൂടിക്കൊണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞ് കർത്താവിൻ്റെ പാദത്തിൽ ആണിയടിച്ചതുപോലെ ഒരു വ്യക്തിയുടെ കാലിൽ ഇങ്ങനെ ആണിയടിച്ചിരുന്ന അവർക്ക് ഇന്ന് തൊട്ട് 7 ദിവസത്തിനകം സുഖമാവുന്നു. അതുപോലെ എൻ്റെ കാല് നല്ല ശക്തിയായിട്ട് സുഖമായി എനിക്കൊന്ന് ഓടാൻ ചാടാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അടുത്ത 8 വർഷമായി ഞാനൊരു വീട് വെച്ചിട്ട് ആ വീടിൻ്റെ പുറത്തോടെ ഒരു ലൈൻ കമ്പി പോയിരിക്കുകയായിരുന്നു.
അപ്പുറത്തെ വീട്ടുകാരടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് അവർ ഒരു കാരണവശാലും അവർ മാറ്റി തരില്ല. നമ്മൾ പൈസ കൊടുത്ത് മാറ്റാൻ വേണ്ടി നോക്കി, ആൾ സ്വാധീനം വെച്ച് മാറ്റാൻ നോക്കി, ഒരു വിധത്തിലും നടക്കണില്ല. പക്ഷേ ഇവിടെ വന്ന് ഞാൻ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും രാവിലെ വൈകുന്നേരം ഇടവിട്ട ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ഭയങ്കര കാറ്റും മഴയത്ത് ഈ ലൈൻ കമ്പി എൻ്റെ വർക്ക് ഏരിയയിലെ ഷീറ്റിൻ്റെ പുറത്തൂടെ വന്ന് വീണ്. പക്ഷേ അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. പക്ഷേ വിശ്വാസ പ്രമാണം അതിശക്തിയായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് രാത്രി 11:30 മണിയായപ്പോൾ ആ പയ്യ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി ആ ലൈൻ കമ്പി മാറ്റിക്കോ, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ലൈൻ കമ്പി മാറ്റി. 1.5-2 വർഷം കൊണ്ട് എനിക്ക് അമിതമായിട്ട് തലക്കറക്കമായിരുന്നു. ആ തലക്കറക്കം വന്നാൽ ഞാൻ 3-4 ദിവസം എണീക്കൂലായിരുന്നു. പല ഡോക്ടർമാരെ കാണിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോഴെല്ലാവരും പറയും 21 ദിവസം ആകുമ്പോൾ ഞാൻ കയ്യിലെ നൂല് മാറ്റി കെട്ടുമായിരുന്നു, സമയം കൊള്ളൂല എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഈ നൂലഴിച്ചതിന് ശേഷം ഇന്ന് 9 മാസം കൊണ്ട് എനിക്ക് തലക്കറക്കമോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം നിയോഗമായിട്ട് എഴുതിയത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി എന്നെ ഉയർത്തണമെന്നാണെന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഓരോ ആവശ്യമൊന്നുമല്ല, 100 ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 3 നിയോഗം എഴുതിയിട്ട് ഞാൻ മറ്റുള്ളവർക്ക് എഴുതാൻ തുടങ്ങി. എൻ്റെ കൂട്ടുകാരിയുടെ മോന് എന്നും ശ്വാസം മുട്ടലായിരുന്നു. ഒരു നിയോഗം ഞാൻ അവന് വേണ്ടി വെച്ചു, അത് മാറിക്കിട്ടി. പിന്നെ എൻ്റെ അനിയത്തിക്ക് യൂട്രസിൽ 3 മുഴയുണ്ടെന്ന് പറഞ്ഞു, അത് ചെറിയൊരു DNC കൂടെ എനിക്ക് മാറിക്കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് 43 വർഷം കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലായിരുന്നു. ഈ ഉടമ്പടി എടുത്തിട്ട് ഈ 9 മാസം കൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് മാറ്റിക്കിട്ടി. പിന്നെ ഈ വിശ്വാസ പ്രമാണം ഞാൻ എന്ന് ചൊല്ലാൻ തുടങ്ങിയോ അന്ന് തൊട്ട് ഞാൻ ഊണിലും ഉറക്കത്തിലും രാത്രി ഉണർന്നാലും എപ്പോഴും എൻ്റെ വായിൽ ഈ വിശ്വാസ പ്രമാണം മാത്രമേ ഉള്ളൂ. ബസ്സിലിരുന്നാലും ഞാൻ പുറത്ത് ജോലിക്ക് പോയെടുത്തായാലും വഴിയിൽ വച്ചായാലും എല്ലാ പേരടുത്തും ഞാൻ മാതാവിനെ പറ്റി പറയണ വാക്കുകൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ വിശ്വാസ പ്രമാണം എൻ്റെ കൈ കിട്ടിയ അന്ന് തൊട്ട് ഞാൻ ജോലിക്ക് പോകുമ്പോഴെല്ലാം ഒരു പൊതി ആഹാരമായിട്ടാണ് പോകുന്നത്. അത് ഇന്നലെ വരെ നടന്നുകൊണ്ടിരിക്കുന്നു, അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെ എല്ലാ മാസവും ഈ 9 മാസവും ഞാൻ തുടർച്ച കൊണ്ട് വന്ന് എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ പത്രം വാങ്ങിച്ച് കൊടുക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് വലുതായിട്ട് ഡ്രസ്സുകളോ അങ്ങനെ ആഡംബരമോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് ഒരെണ്ണം കിട്ടിയാൽ ഞാൻ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ എനിക്ക് 5 എണ്ണം തിരിച്ച് കിട്ടും. അത് ഞാൻ മറ്റുള്ളവർക്ക് എന്ത് സാധനമായാലും എന്ത് വിലപ്പെട്ട സാധനമായാലും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ അത് ചെയ്യാൻ തയ്യാറായി. മുമ്പ് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. 1 രൂപ കിട്ടിയാൽ 2 രൂപയായിട്ട് കൊണ്ടുവയ്ക്കാൻ നോക്കിക്കൊണ്ടിരുന്ന ഞാനാണ് ഇപ്പം മറ്റുള്ളവരെ സഹായിക്കുന്നത് തോന്നി. 27 വർഷം കൊണ്ട് ഞാനൊരു പ്രസ്സിൽ ജോലിക്ക് ചെയ്യുകയാണ്. 7250 രൂപയാണ് എൻ്റെ ശമ്പളം. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ആ 250 രൂപ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ 250 മാറ്റിയാൽ പോരില്ല, എനിക്ക് 8000 രൂപ ശമ്പളം കിട്ടിയ 1000 രൂപ ആയിട്ട് എനിക്ക് മറ്റുള്ളവർക്ക് മാറ്റാമെന്ന്. ഈ ഓണമായപ്പോൾ എനിക്കത് 1000 രൂപയായിട്ട് മാറ്റി കിട്ടി. ഞാൻ 1000 രൂപ അവിടെ മാറ്റിയപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ മാസം തോറും 10000 രൂപ എൻ്റെ മാനേജർ ഇടാൻ തുടങ്ങി. ദൈവത്തിനും ഈശോയ്ക്കും 1000 നന്ദി. മരണം വരെ നിത്യതയെ തന്നെ ജീവിക്കും. പിന്നെ ഞാൻ മാത്രമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇപ്പം മോളായാലും ഭർത്താവായാലും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ രാവിലെ 4:30-ക്കും 3 മണിക്ക് ഉറക്കണീറ്റ് ബൈബിള് വായിച്ചിട്ടല്ലാതെ ഒരു പണിയും തുടങ്ങൂല. ജപമാല എന്നും കയ്യിൽ പിടിച്ച് വിശ്വാസത്തിൽ തന്നെ ജീവിക്കും. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായത്തിൽ 65-ാം തിരുവചനം അരുളി ചെയ്യുന്നു, അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈശോയെ അന്വേഷിച്ച് വരണമെങ്കിൽ അത് ഈശോ ക്ഷണിക്കണം. പരിശുദ്ധ അമ്മ ക്ഷണിക്കാതെ ആർക്കും ഈ ആലയത്തിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല. അനുഭവ സാക്ഷ്യങ്ങളിലൂടെ അത് വളരെ വ്യക്തമാണ്. അമ്മയുടെ ക്ഷണക്കത്താണ് കൃപാസന പത്രം. അമ്മ നമ്മെ വിളിക്കുന്ന കൈയാണത്. അതാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ പ്രസംഗത്തിലൂടെയൊക്കെ നമ്മോട് പറയുക. അപ്പോൾ ഈ കൃപാസന പത്രം ആദ്യം എന്താണ് ഈ മകൾ ചെയ്തത്? പിന്നീട് ആ പത്രത്തിലൂടെ എത്രമാത്രം ആത്മാക്കളെ ഇന്ന് ഈ മകൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നേടിയെടുക്കുന്നു. അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ളതാണ് കൃപാസന പത്രം. അതിലൂടെയാണ് തൻ്റെ ജീവിതത്തിൽ വെളിച്ചമുണ്ടായത്. താൻ ഇന്ന് മറ്റുള്ളവർക്ക് ആ വെളിച്ചം പകർന്നു കൊടുക്കുന്നു. വരം ലഭിച്ചാലല്ലാതെ ആർക്കും തൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് ഈശോ പറയുന്നുണ്ട് തിരുവചനത്തിൽ.
ഈ വരം ലഭിക്കുന്നത് ഇന്ന വ്യക്തികൾക്കെന്നില്ല. ആര് ദൈവത്തെ തേടുന്ന വ്യക്തികളാകുന്നുവോ അവർക്ക് വരം ലഭിക്കും. അവർ കർത്താവിനെ കണ്ടിരിക്കും. പിന്നീട് അങ്ങോട്ടും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ദൈവം അവരുടെ കൂടെ നടക്കുന്ന ദൈവിക അനുഭവങ്ങൾ മാത്രമാണ്. ഇവിടെ എല്ലാം വ്യക്തമായിട്ട് ഈ മകൾ പങ്കുവെച്ചു. തനിക്ക് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ ദൈവ അനുഭവങ്ങൾ ഉണ്ടായത്. ഈ അമ്മയെ വിട്ടുപിരിഞ്ഞ് ഇനി ഞാൻ പോകില്ല, ഇവിടെ തന്നെ എൻ്റെ നിത്യത വരെ ഞാൻ ഇവിടെ തുടരും. ഇങ്ങനെയൊക്കെ വന്ന് സിന്ധു പറയണമെങ്കിൽ സിന്ധുവിൻ്റെ ജീവിതം എങ്ങനെയൊക്കെയാണ് കൃപകൾ കൊണ്ട് നിറഞ്ഞത്. ഒത്തിരിയേറെ സൗഖ്യാനുഭവങ്ങൾ, അതുപോലെ തങ്ങൾക്ക് നടക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ നടന്നത്, ഇതെല്ലാം ഈ മകൾ പറയുന്നുണ്ട്. എന്നാൽ അതിനിടയിലും ഒരു കാര്യം പറഞ്ഞു, എനിക്കിനി ഒത്തിരിയേറെ നിയോഗങ്ങളൊന്നും വെക്കുന്നില്ല, ഞാൻ വെച്ചില്ല. ഞാൻ പിന്നീട് മറ്റുള്ളവരെക്കുറിച്ചുള്ള ഒരു കരുതലാണ് എനിക്കുണ്ടായത്. അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ നിയോഗങ്ങൾ വയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ആത്മീയമായ സമ്പത്ത് ഇന്ന് ഈ മകൾക്ക് ഉയർന്നു. ഭൗതികമായ നേട്ടങ്ങൾ ഒത്തിരിയുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ആത്മീയമായ സമ്പത്ത് ഉയർന്നു. താൻ വന്നു നിൽക്കുന്ന ഇടം പവിത്രമാണ്, പരിശുദ്ധമാണ്, അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമാണ് എന്നുള്ള ബോധ്യങ്ങൾ, അതാണ് ഇന്ന് സാക്ഷ്യം പറയുന്ന ഓരോ മക്കൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കരങ്ങളടിച്ച് ദൈവം ഈ കുടുംബത്തിന് ചെയ്ത എല്ലാ കൃപകൾക്കും ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.